ഇന്നും സാറ് നമ്മള് ഇന്നത്തെ സംഭവം ഒരു അത്ര കോമഡിയുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ലോക്ക്ഡൌൺ പീരീഡിലൊക്കെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം ഈ സാറിനെ കേൾക്കാൻ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കേണ്ടത് ഏകദേശം 62 പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. പ്രവീൺ സാർ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫ് ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതൊരു വൈഡ് ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 23 അപ്പൊ നമുക്കിനി പ്രവീൺ സാറിലേക്ക് വരാം. സാറിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ടാവും. അപ്പം ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിന് വന്ന പ്രവീൺ സാറിനെ ഹോൾ ഹാർട്ടഡ് നമ്മുടെ എല്ലാ എസ്പർ ഫാമിലിയുടെ പേരിലും നമ്മുടെ സ്റ്റുഡൻസിന്റെ പേരിലും നമ്മുടെ എല്ലാ ഈവൻ ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെ പേരിലെല്ലാം ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് പ്രവീൺ സാർ. അപ്പൊ ഞാന് കോമഡി ഒക്കെ പറഞ്ഞാൽ ചിരിച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ? അത് ഹായ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അവർക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ നമുക്ക് അവരോട് ഇടാൻ പറയാം. ഓക്കെ. ഐ നോ സ്മിത ഈസ് ലാഫിംഗ്. ഐ ആം ഹാപ്പി. ബാക്കി ആരും? പിന്നെ എനിക്ക് ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണോ? ഇല്ല, പഴയ കുറച്ച് സ്റ്റാഫ് ഉണ്ട്, കുറച്ച് പേര് പുതിയ ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മുടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ പല സ്ട്രീം ഉണ്ടല്ലോ നമുക്കിപ്പോ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബിവോക് പ്രോഗ്രാം, ടെസ്റ്റിന്റെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് കുട്ടികളും കൂടി ഒരു വൈഡ് കമ്മ്യൂണിറ്റി ആണ് ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ഈ ഇതിനകത്ത് സെഷൻ എടുക്കുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഇന്ററാക്ഷനും നിങ്ങളുടെ ചിരിയും ഒക്കെ ഇല്ലേ വളരെ ലൈവായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഞാനൊരു റോബോട്ട് പോലെ ഇരുന്ന് പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ വലിയ കത്തിയാക്കാതെ ഞാൻ നോക്കാം. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം ഈ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ്സും, പിന്നെ ഇന്നിപ്പോ എന്തുകൊണ്ടാ ഞാനിങ്ങനെ സൂമിൽ വന്നത്, എന്തുകൊണ്ടാ വരേണ്ടി വന്നത്? നമ്മളെ വരുത്തി അല്ലേ, നമ്മുടെ ഈ പ്രകൃതി നമ്മളെ വരുത്തി. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ, ഏതൊരു സിറ്റുവേഷനിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റും അല്ലേ? നമ്മളൊന്ന് ശ്രദ്ധിച്ചു. ഇതുവരെ നമ്മൾ സൂമിനെ പറ്റി അധികം ആരും ചിന്തിച്ചില്ല. ഇപ്പൊ എനിക്ക് സൂം വിട്ടൊരു ജീവിതം അല്ലാതായി. ഇപ്പൊ നമ്മള് ഇല്ലേ സൂമിലായ ജീവിതമാണ് ഇപ്പോ. ഇല്ല, രാവിലെ ഒരു സൂം മീറ്റിംഗ്, ഉച്ചയ്ക്ക് ശേഷം സൂം മീറ്റിംഗ്, ഇപ്പൊ അങ്ങനെ ആയിപ്പോ. കാര്യം മറ്റു മാർഗമില്ല. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. അവൻ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇൻവെൻഷൻ ഈസ് ദ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയും പോലെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തണം. നമുക്ക് ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? എങ്ങനെ ആണെങ്കിലാണ്? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദ്യവും ഉത്തരവും ഞാൻ തന്നെ പറയാം. അപ്പോ എങ്ങനെയായിരിക്കും? ഒരു മിനിറ്റ് സാറേ, നമുക്കിപ്പോ ഉണ്ടല്ലോ ആ കമന്റ് ബോക്സിൽ ഇപ്പോ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം വേണമെങ്കിൽ യു ക്യാൻ ടൈപ്പ് ഇറ്റ് ഓൺ എ ചാറ്റ് ബോക്സ്. അപ്പം അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പൊ സാറിന് അത് മെസ്സേജസ് വായിക്കാൻ പറ്റും. സാറിന് ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമ്മുടെ ചാറ്റ് ബോക്സിൽ മെസ്സേജസ് വിടാം. അപ്പൊ ആ പേരോടെ എഴുതി കാണിക്കും. സാറിന് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പറ്റും. അതൊരു മൈക്കോ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. അതുകൊണ്ടാണ് നമ്മളത് മ്യൂട്ട് ചെയ്തത്. പിന്നെ അവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാലും സന്തോഷമായിരിക്കും. എപ്പോഴും പിന്നെ അത് പിന്നെ ആകെപ്പാടെ മോന്തയുടെ ഷേപ്പ് മാറും. ട്രെയിനിങ് കഴിയുമ്പോൾ 1 മണിക്കൂർ തിരിച്ചുകൊണ്ടിരുന്നാല്. പക്ഷെ എന്നാലും ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകുന്ന ആർക്കായിരിക്കും? ഈ ക്ലാസ് ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്നവർക്കായിരിക്കും അല്ലെ? യു ഗോട്ട് ദ പോയിന്റ്. അപ്പോ നമ്മൾ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ 1 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ സെഷൻ ഏറ്റവും നന്നായി ശ്രദ്ധിച്ചവർക്കായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ എല്ലായ്പ്പോഴും നമുക്കൊരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ഫ്രം ടു ദ വെരി ബേസിക്സ് അല്ലെ, ഏറ്റവും വലിയ അടിസ്ഥാനത്തിലോട്ട് നമ്മൾ എല്ലാവരും തിരിച്ചു പോകേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ടോപ്പിക്കിന്റെ പേര് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ടോ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ? ഇല്ലേ, മൈൻഡ്ഫുൾനെസ് എന്നത് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? അതായത് നൗ ഹിയർ, ഇപ്പൊ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, എന്തുമാത്രം നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്നോടൊപ്പം ഇരിക്കാനാകും എന്നുള്ളതാണ് നിങ്ങൾ ഈ ക്ലാസ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ് നൗ ഹിയർ, ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട്
വിദേശത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള എല്ലാ വളരെ ഫേമസ് യൂണിവേഴ്സിറ്റീസിനകത്തും ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ ഏരിയയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രൊഫഷണലി ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ മൈൻഡ്ഫുൾനെസ് കൊണ്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറയുന്ന 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ആദ്യത്തേത് അലേർട്ട് ആവുക എന്നുള്ള, ബി അലേർട്ട്. രണ്ടാമത്തേത് ബി അവെയർ. മൂന്നാമത്തേത് ടേക്ക് ആക്ഷൻ. അപ്പോ ഈ 3 AAA ആണ് ഞാൻ പറയുന്ന ഏറ്റവും വലിയ 3 കാര്യങ്ങൾ. ആദ്യത്തേത് യു ഹാവ് ടു ബി അലേർട്ട്, അലേർട്ട്നെസ്, അവയർനെസ് ആൻഡ് ആക്ഷൻ. ഇത് 3 ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇത് 3 ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ശ്രദ്ധയുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ട്, നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ഇല്ലേ? നമ്മൾ വണ്ടി ഓടിക്കും. ഇത് 3 കാര്യവും ചെയ്താൽ മാത്രമേ നമ്മൾ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കൂ, ഡെസ്റ്റിനേഷനിൽ എത്തൂ, അല്ലെ? അപ്പൊ ശ്രദ്ധ വേണം. ഇപ്പൊ ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോ ആദ്യം നിങ്ങൾക്ക് വേണ്ട എന്താണ്? യു ഷുഡ് ബി അലേർട്ട്. ഞാൻ എന്താണ് പറയണതെന്ന് കേൾക്കണം. ഏറ്റവും നന്നായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ യു അറ്റൻഡ് എ മീറ്റിംഗ് സോ എഫക്റ്റീവ്ലി. പ്രത്യേകിച്ചും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ നടത്താനുള്ള ഒരു സാധ്യത കുറവുള്ളപ്പോ ഈ ക്ലാസ് നിങ്ങളെ ഏറ്റവും അധികം ബെനിഫിഷ്യൽ ആക്കുന്ന എപ്പോഴായിരിക്കും? വെൻ യു ടേക്ക് സ്മോൾ നോട്ട്സ്, അല്ലെ? അപ്പൊ ഈ സെഷൻ കഴിയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്ക് ഹോം വേണമെങ്കിൽ there should be 1 or 2 points. ഇപ്പോ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് നാളെ നിങ്ങളുടെ എല്ലാം ജീവിതം മാറി എന്ന യാതൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ, നിരവധി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാല് ലൈഫിൽ ആവശ്യമായിട്ടുള്ള പലതും, അല്ലെ? ലൈഫിൽ ആവശ്യമായിട്ടുള്ള പലതും നമ്മൾ ആ ക്ലാസ്സിൽ നിന്നൊക്കെ കേട്ട് വെക്കും. ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരും. അല്ലാതെ നമ്മൾ ഈ പഠിക്കുന്ന ക്ലാസ്സിനകത്ത് എല്ലാം ഒന്നും നമ്മൾ ആരും ഓർത്തിരിക്കാൻ പോകുന്നില്ല, അതൊരു സത്യമാണ്. പക്ഷെ എങ്കിലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിക്കും. ഞാൻ എന്ന വ്യക്തിയെ, നിങ്ങളെന്ന ഓരോരുത്തരെയും ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഒരു പക്ഷേ നമ്മളെല്ലായ്പ്പോഴും കേട്ടിട്ടുള്ള ഒരു സേയിങ് ആയിരിക്കും, ദിസ് ടു ഷാൽ പാസ്. എന്ന് വെച്ചാൽ എന്താ? ഇതും കടന്നു പോകും, അല്ലെ? ഇപ്പം ക്വാറന്റൈൻ ആയാലും എന്ത് ചെയ്യും? ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും. ഇത് നമ്മൾ പണ്ട് ഏതോ മഹാൻ പറഞ്ഞത് കേട്ടതാണ്. ഈ ഒരു വചനം, ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്ന വചനം നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത്രത്തോളം എത്രയെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ ഇതും കടന്നു പോകുമെന്ന ഒരു ചിന്ത വരുമ്പോ നമുക്ക് പെട്ടെന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരുപാട് സമയം പറ്റിയിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പോ ദിസ് ടു ഷാൽ പാസ് എന്ന് മനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം റിലാക്സ് ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഓസ്റ്റിൻ കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ഈ പ്രസന്റേഷൻ ഞാനൊന്ന് ഓൺ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കെൻ യു സീ ദിസ് ബോർഡ്? നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാറേ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോ. ഷെയർ ചെയ്താലേ വരുള്ളൂ. ഷെയർ സ്ക്രീൻ കൊടുക്കും. ഓക്കെ, ഷെയർ സ്ക്രീൻ കൊടുക്കണം അല്ലേ? ഓക്കെ, യെസ്. ഒരു നിമിഷം. ഓക്കെ സാർ. Now can you see this? Yes. Sir, ഞാൻ ഫുൾ സ്ക്രീൻ ആക്കിയോ? ഞാൻ ഫുൾ സ്ക്രീൻ ആക്കി. യെസ്. അപ്പോ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമുക്കൊരു പാസ്റ്റ് ഉണ്ട്, നമുക്കൊരു പ്രസന്റ് ഉണ്ട്, നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, അല്ലെ? നമ്മള് പ്രസന്റിൽ നിന്നാൽ മാത്രമേ നമ്മൾ ബാലൻസ്ഡ് ആവൂ എന്നാണ് ആ പടം കാണിക്കുന്നത്. നമ്മൾ പ്രസന്റിൽ നിന്നാൽ മാത്രമേ നമ്മൾ എന്താവൂ? നമ്മൾ ബാലൻസ്ഡ് ആവും എന്നാണ് ആ പടം കാണിക്കുന്നത്. ഇപ്പൊ യുവർ ബോഡി ഈസ് പ്രസന്റ്, ഈസ് യുവർ മൈൻഡ് പ്രസന്റ് എന്നാ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ബോഡി ആയിട്ട് പ്രസന്റ് ആയിട്ടുണ്ട് എന്റെ മുമ്പിൽ, അല്ലെ? എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഇല്ലേ? ശ്രദ്ധിക്കുന്നതായി അഭിനയിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട്, ഇല്ലേ? മറ്റു മാർഗമില്ല, ഇല്ലേ? ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ കൂടി നിങ്ങളെ കണ്ടാലോ എന്ന് വെച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നതായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നുണ്ട്. ബട്ട് യുവർ മൈൻഡ് ഈസ് പ്രസന്റ് എന്നുള്ളതാണ് ചോദ്യം. മനസ്സ് പ്രസന്റ് ആയാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാക്കുന്ന എന്താണ്?
നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയാണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. there is a saying, yesterday is history. ഇന്നലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ചരിത്രമാണ്. ടുമോറോ ഈസ് എ മിസ്റ്ററി. നാളെ എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല അല്ലെ. ഇപ്പോ 23-ാം തീയതി 14-ാം തീയതി ക്വാറന്റൈൻ മാറുമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് വീണ്ടും മെയ് 3-ാം തീയതി ആക്കി. ഇനി മെയ് 3-ാം തീയതി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ മെയ് 15 ആവുമെന്നോ ഈ മാസം ഉണ്ടാകുമെന്നോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ടുഡേ അറ്റ് പ്രസന്റ് ഈസ് എ പേസ്ട്രി എന്നാണ് പറയുന്നത്. പേസ്ട്രി എന്ന് വെച്ചാൽ എന്തോ? ഇറ്റ്സ് എ ഗിഫ്റ്റ്. യു ക്യാൻ എൻജോയ് ദ മൊമെന്റ്. അപ്പോ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ജീവിക്കേണ്ടത് അവന്റെ പ്രസന്റിലാണ്. പ്രസന്റിൽ ജീവിച്ചാൽ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായിരിക്കും. അതിന്റെ ഒരു ഇലാബറേറ്റീവ് സ്റ്റഡിയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെ എന്നാലും ഞാനിന്ന് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചില ശാസ്ത്രീയമായ സ്റ്റഡികളുടെ കൂടി സഹായത്തോടു കൂടി നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. യു ഹാവ് ടു ബി പ്രസന്റ്. അതാണ് ഇന്നത്തെ എന്റെ വിഷയം. ഓക്കെ. അപ്പോ വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് ചോദിച്ചാല് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രോസസ് ആണിത് അല്ലെ. ഓഫ് പർപ്പസ്ഫുള്ളി ബ്രിങ്ങിങ് ഓൺസ് അറ്റൻഷൻ ടു എക്സ്പീരിയൻസ് ഒക്കറിങ് അറ്റ് ദ പ്രസന്റ്. നമ്മളിപ്പം നമ്മുടെ വിഷയം, can I ask you a question? നമുക്ക് വളരെയധികം ശ്രദ്ധയുണ്ടെങ്കിൽ, എനിക്കിപ്പോ ഈ സംസാരിക്കുന്നതിന് ഞാനിപ്പോ മൈൻഡ്ഫുൾ അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുകയാണെന്നുള്ള കാര്യത്തിനകത്ത് മൈൻഡ്ഫുൾ അല്ലെങ്കിൽ I will definitely speak a lot of nonsense. Do you think so? തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് നോൺസെൻസ് സംസാരിക്കും. കാര്യം ഞാൻ ഈ ക്ലാസ് എടുക്കുകയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ബോധമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരുപാട് നോൺസെൻസ് സംസാരിക്കും. ഞാൻ ഈ സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൂം ആണ്. ഇതൊരു ടെക്നോളജിയാണ്. ഇത് ഞാൻ ഉപയോഗിക്കേണ്ട ചില രീതികളുണ്ട് എന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിലും ഞാൻ ഒരുപാട് തെറ്റുകൾ കാണിക്കും, ഒരുപാട് നോൺസെൻസ് കാണിക്കും അല്ലെ. അപ്പൊ ഈ സൂം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊരു mind is a psychological process of purposefully bringing one's attention to experience occurring in the present moment. ഈ മൊമെന്റിൽ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക കാര്യം ചിന്തിക്കുന്നത്? ഓക്കെ, ലെറ്റ് മീ ബിഗിൻ വിത്ത് യു. ഓക്കെ, നമ്മളെല്ലാ പേരും ഒന്നുപോലാണോ ചിന്തിക്കുന്നത്? ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ എല്ലാവരും ഒന്നുപോലാണോ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നത്? ചിലരിനി വന്നില്ലെങ്കിൽ ഓസ്റ്റിൻ എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ സ്മിത എന്തെങ്കിലും പറഞ്ഞാലോ, മാനേജ്മെന്റ് എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് വന്നു അല്ലെ. ഉച്ച സമയത്ത് കിടന്ന് ഉറങ്ങേണ്ട സമയമായിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു മൈൻഡ്ഫുൾനെസ്സും കൊണ്ട് വന്നതെന്ന് വെച്ചാൽ എന്നെയും പ്രാഗിക്കൊണ്ട് ഇരിക്കുന്ന 80% പേരുണ്ട് അതിനകത്ത്. ഐ നോ ദാറ്റ്. നിങ്ങളുടെ വിധി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നിങ്ങൾ അങ്ങനെ ഇരുന്നേ മതിയാവും. 80% പേരും അങ്ങനെ വന്ന് പെട്ടുപോയവരാണ് അല്ലെ. ഇനി സാർ ഇപ്പൊ സത്യം പറഞ്ഞു തുടങ്ങിയെന്നതിന്റെ ഒരു ചിരി ചില ആൾക്കാരൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. ഞാൻ സത്യം മാത്രമേ പറയൂ. എന്റെ അടുത്ത് പണ്ട് അമ്മ പറഞ്ഞിട്ടുള്ളത്, നീ സത്യം മാത്രമേ പറയാവൂ. അതുകൊണ്ട് എവിടെ പഠിപ്പിക്കുമ്പോഴും ഞാൻ സത്യം പറയത്തുള്ളൂ. നിങ്ങളിപ്പോ എല്ലാ പേരും എന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ചിലരൊക്കെ ശ്രദ്ധിക്കുന്നതായി അഭിനയിച്ചൊക്കെ ഇരിക്കുന്നു, വളരെയധികം തലയൊക്കെ ആട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും അവരെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒരുപാട് മറ്റ് ചിന്തകൾ പോകുന്നുണ്ടാവാം അല്ലെ. ഇറ്റ്സ് എ ഫാക്ട്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ 100% പേരും എന്റെ ക്ലാസ്സിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവാത്തത്? ഇപ്പോ മനസ്സുകൊണ്ട്, ഫിസിക്കലി യു ആർ പ്രസന്റ്. ഞാൻ പറയുന്ന മൈൻഡ് കൊണ്ട് ഇൻവോൾവ് ആകാത്ത എന്തുകൊണ്ടായിരിക്കും? കാര്യം നിങ്ങൾ എല്ലാ പേരും ഒന്നുപോലെ അല്ല. നിങ്ങളുടെ ജനറ്റിക് മേക്കപ്പ് ഒന്നുപോലെ അല്ല. നിങ്ങളുടെ എന്തൊന്നുപോലെ അല്ല? ജനറ്റിക് മേക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ഒന്നുപോലെ അല്ല അല്ലെ. ഇപ്പൊ എല്ലാവർക്കും പാടാനാവില്ല, എല്ലാവർക്കും നൃത്തം ചെയ്യാനാവില്ല, എല്ലാവർക്കും കവിത എഴുതാനാവില്ല, എല്ലാവർക്കും കഥ എഴുതാനാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് യു ഹാവ് എ വയറിങ്, യു ഹാവ് എ ജനറ്റിക് വയറിങ്. നിങ്ങളുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒന്നുപോലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ എല്ലാ പേരും ഒരേ താല്പര്യത്തോടു കൂടി അല്ല കേൾക്കുന്നത്. ചില ആൾക്കാർക്കൊക്കെ മൈൻഡ്ഫുൾനെസ് അതെന്തോ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? മോട്ടിവേഷൻ ടോക്കാരെന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. കാര്യം നമ്മൾ എല്ലാ പേരും ഒരു കാര്യത്തെ പെർസീവ് ചെയ്യുന്നത് ഒന്നുപോലല്ല. യു ആർ നോട്ട് പെർസീവിങ് തിങ്സ് അല്ലെ. എല്ലാവരും ഒന്നുപോലല്ല പെർസീവ്. എന്താണ് പെർസെപ്ഷൻ എന്ന് വെച്ചാല്
ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ത്, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്, പുതിയ അറിവിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ത്, പുതിയൊരു കാര്യം പഠിക്കുന്നതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ത്, ഓൺലൈൻ ട്രെയിനിങ്ങിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ത്, അല്ലെ, ഈ മാസ്ക് വെക്കണമെന്ന് പറയുന്നതിനോട് നമ്മുടെ കാഴ്ചപ്പാട് എന്ത്, അല്ലെ, വെളിയിൽ ഇറങ്ങരുതെന്ന് പറയുന്നതിനോട് നമ്മുടെ കാഴ്ചപ്പാട് എന്ത്. എല്ലാവരും ഒന്നുകൂടാണോ ചിന്തിക്കുന്നത്? ഓരോരുത്തരും അവരുടെ അവയർനെസ്സിനനുസരിച്ച് അവരുടെ ചിന്താഗതി മാറും. അവരുടെ അവയർനെസ്, അവർക്ക് എന്തുമാത്രം അറിവുണ്ടോ അതനുസരിച്ച് അവരുടെ ചിന്താഗതി മാറും. ഇതിപ്പോ മൈൻഡ്ഫുൾനെസ് എന്ന് കേട്ടപ്പം ഇത് മറ്റേ ശ്രദ്ധിക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്കറിയാം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവർക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇത് ചില കുട്ടികൾക്ക് ഇതിപ്പോ LKG ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു ഫീലിംഗ് കാണത്തുള്ളൂ. കാര്യം അവരത് ആദ്യമായിട്ട് ഒരു പക്ഷേ കേൾക്കുന്നതായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത്, നമ്മുടെ ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങൾ കേൾക്കുന്നത് അവന്റെ രീതിക്കാണ്, അല്ലെ എല്ലാവരും ഒന്നുപോലല്ല ഒരു കാര്യം കേൾക്കുന്നത്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഒരു ജനറ്റിക് മേക്കപ്പ് ആണ്, ഒരു എൻവയൺമെന്റ് കണ്ടീഷനിങ് ആണ്, അല്ലെ. ഇതേ നമ്മൾ തന്നെ ജനിച്ചത് അമേരിക്കയിലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, ആഫ്രിക്കയിലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, അല്ലെ, അറേബ്യയിലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ചാല് അവിടുത്തെ സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ, റിലീജിയസ്, കൾച്ചറൽ, ടെക്നോളജിക്കൽ, എൻവയൺമെന്റൽ, വെതർ കണ്ടീഷൻസ് ഒക്കെ ഡിഫറെന്റാ. നമ്മളെല്ലാവരും പാടുന്ന പാട്ട് ഒന്നായിരിക്കത്തില്ല, ആസ്വദിക്കുന്ന സിനിമ ഒന്നുപോലെ ആയിരിക്കത്തില്ല, ചിന്തിക്കുന്ന രീതി ഒന്നുപോലെ ആയിരിക്കത്തില്ല. കാര്യം നമ്മളെന്ന് പറയുന്ന ഈ ജനറ്റിക് മേക്കപ്പിന് ഓരോ രീതികൾ, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് ആണ് നമ്മളെ പരുവപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആകാത്തത്. അപ്പോ ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മള് മനസ്സിനെ പഠിപ്പിക്കണം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യണം. ആ എക്സസൈസിന്റെ പേരാണ് മെഡിറ്റേഷൻ, ധ്യാനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ പഠിപ്പിക്കാൻ പറ്റൂ. ധ്യാനിക്കുന്ന എത്ര പേര് കാണും ഈ ലോകത്ത്? വളരെ കുറച്ച് മഹാന്മാർ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും മഹാന്മാരാകുന്നത്. ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എല്ലാവരും മഹാന്മാരാകാത്തത് വളരെ കുറച്ച്. ഒരു കാര്യം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ലോകത്തുള്ള ഒരുപാട് ചിന്തകന്മാരും മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരും ഒരുപാട് ഒബാമയെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലോക നേതാക്കന്മാരെ, ഓപ്ര വിൻഫ്രിയെ പോലത്തെ വലിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ഇവരെല്ലാവരും വളരെയധികം വലിയ മെഡിറ്റേറ്റേഴ്സ് ആണ്. അവര് മെഡിറ്റേഷനെ കുറിച്ച് ഒരുപാട് പഠിക്കുന്നു. മെഡിറ്റേഷൻ നടക്കുമ്പോൾ നമ്മുടെ ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, ഗാമ ബ്രെയിൻ വേവ്സിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഹാർവാർഡും സ്റ്റാൻഫോർഡും പോലത്തെ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠന വിധേയമാക്കുന്നു. അത് പഠിച്ചതിന് ശേഷം അതിനൊരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് അവർ ഡിസീസുകൾ ഉണ്ടാക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. മറ്റേത് കണ്ണടിച്ചിരുന്നാൽ ഞാൻ ഉറങ്ങിപ്പോകും, വേറെ പണിയില്ല എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗവും, അത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട്. രണ്ടുപേരുണ്ട്, രണ്ടു തരം ആൾക്കാരുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ചിലതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾക്ക് എത്രയൊക്കെ വിചാരിച്ചാലും നമുക്കത് മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കേണ്ടി വരും. അപ്പോ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ് ആണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാല്, വെറുതെ ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചിരുന്നാൽ മതി. അത്ര സിമ്പിൾ ആണ് മെഡിറ്റേഷൻ. നമ്മുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാല്, ഒരുപാട് ചിന്തകൾ വരും. ആ വരുന്ന ചിന്തയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട. ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ. ഒരുപാട് ചിന്തകൾ വരും. വരുന്ന ചിന്തകളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചിന്ത വന്നിട്ട് പൊക്കോട്ടെ, അത് വന്നു പൊക്കോട്ടെ. അങ്ങനെ നമ്മൾ ഇത് എല്ലാ ദിവസവും നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുന്നത് കുറയും. നമുക്ക് ഒരുപാട് സമയം ചിന്തകളൊന്നും വരാതെ നമുക്ക് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റും. ആ സ്റ്റേറ്റിലാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും നന്നായി വിശ്രമിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് റെസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഒരുപാട്, അതാണ് ബോധോദയം ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. അത് തമാശയ്ക്ക് പറയുന്നതല്ല, നമുക്ക് ഒരുപാട് ബോധം ഉണ്ടാകുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ചിന്തകൾ വരാതെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം. അതായത് ലെറ്റ് മീ കോൺസെൻട്രേറ്റ് ഇൻ ദിസ് സെക്ഷൻ എന്ന് ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞാല് എന്റെ മനസ്സ് ഏകദേശം ഇവിടെ തന്നെ ഇരിക്കും. 80% സമയവും വലിയ വൈബ്രേഷൻസ് ഒന്നും ഇല്ലാതെ, വലിയ ഇവിടുന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇവിടെ തന്നെ എന്റെ മനസ്സിരിക്കും.
അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാല് ഞാൻ ഇവിടെയും എന്റെ മനസ്സ് എവിടെയെങ്കിലും ഒക്കെ പായും. അപ്പൊ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഗതി ടീം വർക്ക് ഏറ്റവും നന്നാക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എന്ത്? മൈൻഡ്ഫുൾനെസ്. നമുക്ക് ടീം വർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ടീം വർക്ക് എഫക്റ്റീവ്, എങ്ങനെ ടീം വർക്ക് എഫക്റ്റീവ് ആവും? മൈൻഡ്ഫുൾനെസ് ഉള്ള ആള്, അതിനെപ്പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങളെ കൊല്ലത്തൊന്നുമില്ല, ഞാൻ വേഗം മതിയാക്കാം. ഐ നോ ദിസ് ഈസ് നോട്ട് എ വെരി ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് ടീച്ചിങ്. ഞാനും ക്ലാസ്സിനകത്ത് വന്നിട്ട് നിങ്ങളെ മുഖത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കേണ്ടി വരുന്നത്. അതിന്റെ ഓരോ ഗുണങ്ങളെ പറ്റി പറയാം. അതാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ തുടങ്ങി. ആദ്യത്തേത് നമ്മുടെ ക്ഷമ കൂട്ടും. ഇത് ഒറ്റ ചോദ്യം, ക്ഷമയില്ലാത്തവൻ കണ്ണടച്ച് 10 മിനിറ്റ് ഇരിക്കുമോ? ക്ഷമയില്ലാത്തവന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? വെരി വെരി സിമ്പിൾ അല്ലേ? ക്ഷമ കൂട്ടും. ക്ഷമയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമയുള്ളവൻ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും അല്ലെ? പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നൊക്കെ പറയുന്ന പഴയ ചൊല്ലുണ്ടല്ലോ. കാര്യം വെച്ചാൽ ക്ഷമ കൂട്ടും മെഡിറ്റേഷൻ അല്ലെ. മൈൻഡ്ഫുൾനെസ് കൊണ്ട് എന്ത് കൂടും? നമുക്ക് പേഷ്യൻസ് കൂട്ടും. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ നിങ്ങളുടെ പേഷ്യൻസ് കൊണ്ടാണ് അല്ലെ? ക്ഷമ ഉണ്ടെങ്കിലേ നിങ്ങൾ ഇരിക്കത്തുള്ളൂ. ഇതൊന്ന് പേഷ്യന്റ് കേൾക്കാം എന്നൊരു. അപ്പോ നമ്മുടെ പേഷ്യൻസ് ഒരുപാട് കൂട്ടുമെന്നതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 തവണ എന്നെ ഒരു കണ്ണ് തുറന്നെങ്കിലും നോക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്രയും സമയം ഇരിക്കാനുള്ള ഒരു ക്ഷമയില്ല ഇല്ല. അപ്പൊ നമ്മൾ ഏറ്റവും അധികം നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നത്തിങ് ബട്ട് പേഷ്യൻസ്. ക്ഷമ തന്നെയാണ് നമ്മളെ ഏറ്റവും അധികം പഠിപ്പിക്കേണ്ട ഒരു കാര്യം. നമ്മളെ പേഷ്യൻസ് നമ്മൾ പഠിപ്പിക്കണം. ആ പേഷ്യൻസ് പഠിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. കാര്യം ഹെലൻ കെല്ലർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് ഒരു അന്ധയായിട്ടുള്ള അവരുടെ ഒരു വലിയ കഥയാണ് ഹെലൻ കെല്ലറുടെ. അവരാണ് പറഞ്ഞത് എഡ്യൂക്കേഷൻ വിത്തൗട്ട് പേഷ്യൻസ് ഈസ് നോ എഡ്യൂക്കേഷൻ എന്നാണ്. ക്ഷമയില്ലാതെയുള്ള ഏത് തരം പഠനവും എന്തല്ല? പഠനം അല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് പേഷ്യൻസ്. അപ്പോ ഇന്നിപ്പോ പറയുന്നത് ഇൻ അവർ ലൈറ്റ്നിങ് ഫാസ്റ്റ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്താണ്? എല്ലാ സുഖങ്ങളും നമുക്ക് വേഗം കിട്ടണം. അതാണ് ഇന്നിപ്പോ ഇൻസ്റ്റന്റ് കുക്കിംഗ് അല്ലെ? ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും അപ്പൊ ഫാസ്റ്റ് ഫുഡ്, ഇൻസ്റ്റന്റ് കുക്കിംഗ് ഇല്ലേ? കൃഷി ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ, എല്ലാം നമുക്ക് ഇങ്ങനെ ഇനി തിന്നും കൂടി തന്നു കഴിഞ്ഞാൽ സന്തോഷമായി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അല്ലെ? കഴിക്കാനൊന്നും സമയമില്ല, അതെങ്ങനെയെങ്കിലും ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പോകും, ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. എല്ലാവരും നമ്മളെ പോലെ ആഹാരപ്രിയരൊന്നും അല്ല. ഭക്ഷണം കഴിക്കാൻ വളരെയധികം വിഷമമുള്ള ആൾക്കാരുണ്ട്. എന്റെ കുഞ്ഞൊക്കെ അങ്ങനെയാണ്, മോനൊക്കെ. അവനൊക്കെ എന്തെങ്കിലും കഴിപ്പിക്കണമെങ്കിൽ നമ്മളൊരു 3-4 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും കഴിപ്പിക്കണമെങ്കിൽ. അവർ ഗുളിക കൊടുത്തു കഴിഞ്ഞാലാണ് സന്തോഷം. കാര്യം ആ സമയം കൂടി അവരെന്ത് ചെയ്യും? പബ്ജി എന്തെങ്കിലും കളിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേറ്റസ്റ്റ് തലമുറയുണ്ട്. വളരെയധികം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൾച്ചർ എന്നാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൾച്ചർ. ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഇപ്പൊ നമുക്കിപ്പോ ഫേസ്ബുക്കിൽ ഇരിക്കുമ്പോൾ വാട്സപ്പിൽ പോകാൻ തോന്നും, വാട്സപ്പിൽ ഇരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോകാൻ തോന്നും, ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ നമുക്ക് അപ്പുറത്ത് ട്വിറ്ററിൽ പോകാൻ തോന്നും, വീണ്ടും വാട്സപ്പിൽ വരും, വീണ്ടും ഫേസ്ബുക്കിൽ വരും. ഇങ്ങനെ ആപ്പിലായ ഒരു ജീവിതമാണ് നമുക്കെല്ലാം ഇപ്പോൾ ഉള്ളത്. കംപ്ലീറ്റ് നമ്മളിപ്പോ എവിടെയാണ്? ആപ്പിലായിരിക്കുന്ന ഒരു അവസ്ഥ. കാര്യം നമുക്ക് ഒരിടത്തും ക്ഷമയില്ല, ഒരിടത്തും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ പേഷ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ച് വെറുതെ ഇരുന്നിട്ട് ചിന്തകൾ വരാതെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാല്, ഒരു ബുക്ക് വായിക്കാൻ എടുത്താൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. ഒരു മീറ്റിംഗിന് ഇരുന്നാൽ നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ പ്രസന്റ് ആയിരിക്കാൻ പറ്റും. വേറൊരാൾ പറയുന്ന കാര്യത്തെ ക്ഷമയോടെ കേൾക്കാൻ പറ്റും. മനസ്സിലായോ? വേറൊരാൾ പറയുന്ന കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ഷമയോടെ കേൾക്കാൻ പറ്റും. അപ്പോ ഒരു കഥയുണ്ട്. പണ്ടൊരു സന്യാസി, ഒരു യുവ സന്യാസി, അദ്ദേഹത്തിന്റെ എല്ലാ മറ്റേ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസും യോഗയും മെഡിറ്റേഷനും ധ്യാനവും അങ്ങനെയുള്ള അവരുടെ ഒരുപാട് ക്രിയകളുണ്ട് ഒരു ആള് സന്യാസി ആകുമ്പോൾ. അതെല്ലാം കണ്ടതിന് ശേഷം എന്താണ് സാധാരണക്കാരന്റെ ജീവിതം എന്ന് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം നാട്ടിലോട്ട് വന്നു.
നാട്ടിലോട്ട് വന്നിട്ട് ഒരു കൃഷിക്കാരന്റെ അടുത്ത് പോയിട്ട് ഒരു കൃഷിക്കാരന്റെ അയാള് കാർഷിക വിളകൾ വാങ്ങി വിൽക്കുന്ന ഒരു കർഷകനാണ്. അയാളുടെ അടുത്ത് വന്നിട്ട് പ്രൊക്യൂർമെന്റ് ഓഫീസർ, എന്താണ് പ്രൊക്യൂർമെന്റ് ഓഫീസർ എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്ന ആൾ. പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് ഒരു ജോലി നേടി സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അയാളുടെ അടുത്ത് കർഷകൻ ചോദിച്ചു, ഈ ജോലി തന്നാൽ നീ എന്തൊക്കെ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോ ഈ സന്യാസി, ഈ യുവ ഭിക്ഷു പറഞ്ഞു, ഈ ജോലി തന്നാൽ ഐ ക്യാൻ ഡു 2 things. ഐ ക്യാൻ വെയിറ്റ്, ഐ ക്യാൻ മെഡിറ്റേറ്റ്. ഐ ക്യാൻ വെയിറ്റ്, ഐ ക്യാൻ മെഡിറ്റേറ്റ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കർഷകൻ വിചാരിച്ചു ഇവന് പ്രാന്തായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ പ്രൊക്യൂർമെന്റ് ഓഫീസർ എന്ന് വെച്ചാൽ ഓടിച്ചാടി ലോകത്തുണ്ടാവുന്ന കൃഷിയെല്ലാം വാരിക്കൊണ്ട് വരേണ്ട ജോലി ചെയ്യേണ്ടവൻ, അവൻ വെയിറ്റ് ചെയ്യും, അവന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ജോലി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഏതോ ഹൈ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഗതിയില്ലാതെ അയാൾ ജോലി കൊടുത്തു. അപ്പൊ നമ്മുടെ ബുദ്ധ ഭിക്ഷു എന്ത് ചെയ്തു? അയാൾ മെല്ലെ ഗ്രാമങ്ങളിലോട്ട് പോയി അവിടുത്തെ കുട്ടികളുമായി കളിച്ചു, അവരെ യോഗയും ധ്യാനവും ഒക്കെ പഠിപ്പിച്ചു, അവരെ ഒരുപാട് കലകൾ പഠിപ്പിച്ചു. അങ്ങനെ 1 വർഷം വെറുതെ ഗ്രാമീണരുമായി ചിലവഴിച്ചു. അദ്ദേഹം ആ കാർഷിക ഗ്രാമത്തിലെ എല്ലാ വീട്ടിലെയും നിത്യ സന്ദർശകനും ആ വീട്ടിലെ സ്വന്തം ആളുമായി മാറി. 1 വർഷം പുള്ളി കാത്തിരുന്നു. അടുത്ത വർഷം എന്ത് സംഭവിച്ചു കാണും? അദ്ദേഹം എല്ലാ കാർഷിക വിളകളും കൊണ്ടുവന്നു. കാരണം അതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്താന്ന് ചോദിച്ചാല് അവന്റെ നെറ്റ്വർക്കിംഗ് സ്കിൽസ് ആണ്. അവന്റെ നെറ്റ്വർക്കിംഗ് സ്കിൽ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെയൊക്കെ നെറ്റ്വർക്കിങ്ങിന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചാല് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പോയി നമ്മൾ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവര് നമ്മളെ അടുപ്പിക്കുമോ? ഇല്ല. പക്ഷെ ക്ഷമയോടെ അവരോട് നമ്മൾ നല്ല ചങ്ങാതികളാവുക. എല്ലാവരെയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും നമുക്ക് ബിസിനസ്, പക്ഷെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഓസ്റ്റിൻ ഞാനും ഫ്രണ്ട് ആയതുപോലെ അല്ലെ? ഞാൻ ഓസ്റ്റിനെ ഫ്രണ്ട് ആക്കിയത് എനിക്ക് ഓസ്റ്റിൻ നാളെ ട്രെയിനിങ് തരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല. ഇവിടെ വെറുതെ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, തമാശ പറയുമായിരുന്നു, പലപ്പോഴും കാണാറുണ്ട്, ചിരിക്കാറുണ്ട്. അപ്പൊ ഓസ്റ്റിൻ പറഞ്ഞു, അണ്ണാ ഇതൊക്കെ ഒന്ന് അവിടെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ ഒന്ന് പഠിപ്പിക്കാൻ വന്നു. അപ്പൊ ഇപ്പൊ ഓസ്റ്റിൻ വിളിച്ചു ഒരു ഓൺലൈൻ ട്രെയിനിങ് എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ ഇതിപ്പോ ഓസ്റ്റിൻ ഒരു റെക്കോർഡ് ഉണ്ട്, എന്നെ ആദ്യമായിട്ട് സൂമിനകത്ത് ട്രെയിൻ ചെയ്യാൻ വിളിക്കുന്ന ഓസ്റ്റിനാണ്. സൂമിനകത്ത് ഒരുപാട് മീറ്റിംഗ് ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്, പക്ഷെ ട്രെയിനിങ് ഇതിപ്പോ ആദ്യമായിട്ടാണ് ചെയ്യണത്. 1-to-1 ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഗ്രൂപ്പിനെ പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. നോക്കാം ഇതെങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പോ നമ്മൾ വളരെ ക്ഷമയോടെ ബന്ധങ്ങളെ അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും പറയുന്ന പരാതി എന്താന്ന് ചോദിച്ചാല് അച്ഛനും അമ്മയായിട്ട് നേരെ ബന്ധമില്ല, നാട്ടുകാരുമായിട്ട് ബന്ധമില്ല, ആരുമായിട്ടും കണക്റ്റഡ് അല്ല ആക്ച്വലി. പക്ഷെ നമ്മൾ എല്ലാവരുമായിട്ടും കണക്ട് ആവുന്നത് എങ്ങനെയാണ്? ഓൺലൈനിൽ കൂടി കണക്ട് ആവുന്നു. അങ്ങനെയുള്ള കണക്ഷൻ കൊണ്ട് മാത്രം നമുക്ക് ഒരു കരിയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ലിങ്ക്ഡ്ഇനിൽ ചിലവഴിക്കണം, ഫേസ്ബുക്കിലല്ല ചിലവഴിക്കേണ്ടത്. ഓക്കെ, ഇതൊരു ഉപദേശമായിട്ട് എടുത്താൽ മതി. ഇഫ് യു സ്പെൻഡ് മോർ ടൈം ഇൻ ലിങ്ക്ഡ്ഇൻ ദാൻ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം ഓർ വാട്സ്ആപ്പ്, യുവർ കരിയർ ഗ്രോത്ത് ഈസ് ഗോയിങ് ടു ബി ബിഗ് because you are doing a lot of career related networking with a purpose. Okay, അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ലിങ്ക്ഡ്ഇൻ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തരില്ല. നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ ഫേസ്ബുക്ക് തരുന്നതിനൊക്കെയുള്ള ലൈക്ക് ഒന്നും അത്ര വേഗം തന്നുമിരിക്കില്ല. പക്ഷെ മറ്റത് അങ്ങനെയല്ല, നമുക്കത് കിട്ടും. അപ്പൊ മോർ പേഷ്യൻസ് ആണ് മെഡിറ്റേഷൻ നമുക്ക് ഉണ്ടാക്കുന്നത്. മറ്റേതെന്ന് വെച്ചാല് ബെറ്റർ ഫോക്കസ്, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടുമെന്ന് ചോദിച്ചാല് ഒരു ജോലി ചെയ്യുന്നവൻ ആ ജോലിയിൽ മുഴുകിയിരുന്നാൽ അയാളുടെ പ്രൊഡക്ടിവിറ്റി കൂടത്തില്ലേ? തീർച്ചയായിട്ടും കൂടും. ഇന്നിപ്പോ ഞാനിപ്പോ 1 മണിക്കൂർ പഠിപ്പിക്കുന്നു, ആ 1 മണിക്കൂർ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കണ്ടന്റ് ആയാൽ ആ കണ്ടന്റ് കൊണ്ട് കിട്ടുന്നവർക്ക് കിട്ടേണ്ടത് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് നിങ്ങൾ എല്ലാവരും 8 മണിക്കൂർ ജോലി ചെയ്യുന്നു ഓഫീസിൽ പോകുമ്പോൾ. ഇന്ന് ടെക്നോ പാർക്കിലെ ഞാൻ കൺസൾട്ടന്റ് ആയിട്ടുള്ള കമ്പനിയിലെ കുട്ടികൾ എല്ലാവരും അവർ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. ഐ തിങ്ക് ദേ ആർ മോർ പ്രൊഡക്റ്റീവ് ദാൻ ദേ ആർ കമ്മിങ് ടു ദ ഓഫീസ്. കാര്യം എന്താന്ന് ചോദിച്ചാല് അവർക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ അവരത് എന്റെ പണിയാണ് എന്ന ഉത്തരവാദിത്തത്തില് വേഗം ചെയ്ത് തീർത്താൽ അവർക്ക് ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ അടുത്തൊരു സിനിമ കാണാനുള്ള സമയം കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും? ചെയ്യേണ്ട പണി നമ്മളിപ്പോ 8 മണിക്കൂർ കൊണ്ടുന്ന പണി നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ 4 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും.
ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ശ്രദ്ധ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും. അപ്പോ ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ, ബെറ്റർ ഫോക്കസ്, ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയുള്ള ട്രെയിനിങ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോ ശ്രദ്ധയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് ടെംപ്റ്റിംഗ് ടു ഗെറ്റ് കോട്ട് അപ്പ് ഇൻ സോഷ്യൽ മീഡിയ, interruptions and unhelpful thoughts. Mindfulness helps us recognize distracting thoughts or impulse and let them pass without indulging them. അപ്പോ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാല് ശ്രദ്ധയും മൈൻഡ്ഫുൾനെസ്സും ഉള്ള ആള് വാട്സപ്പിനകത്ത് ക്ലിങ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും അതിനകത്തോട്ട് പോകത്തില്ല. നമ്മൾ എന്തേ ചെയ്യത്തുള്ളൂ? ചെയ്യുന്ന പണി ചെയ്ത് തീർത്തതിന് ശേഷമേ നമ്മൾ അത് നോക്കത്തുള്ളൂ, അല്ലെ? മറ്റത് ഇവിടെ നമ്മളൊരു അത്യാവശ്യം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരു ക്ലിങ് അടിച്ചു, നമ്മൾ ഇത് മതിയാക്കിയിട്ട് എന്ത് ചെയ്തു? ക്ലിങ്ങിന്റെ പുറകെ പോയി. അവസാനം ക്ലിങ്ങിനകത്ത് എന്തെങ്കിലും വൃത്തി ഒരു നമ്മളെ മനസ്സിനെ മതിക്കുന്ന ഒരു വാർത്തയായിരിക്കും. നമ്മുടെ പണിയും പോയി, നമ്മുടെ മനസ്സും പോയി, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട്, അപ്പൊ ഇതാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രാക്ഷൻ ഒന്നും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ ഉണ്ടാകത്തില്ല. പല കമ്പനികളിലും ഇന്ന്, ഇതിപ്പോ ഞാൻ ഇതിന്റെ ഒരു ആവശ്യത്തെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ, പല കമ്പനികളും ഇന്ന് കോർപ്പറേറ്റ് യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിനകത്ത് ഒരു 2 തവണയൊക്കെ അതിനകത്തുള്ള ഒരു ഇന്റേണൽ സ്റ്റാഫ് തന്നെ ഈ മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിനകത്തും അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചാൽ തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി കൂടും. കാര്യം എന്ന് വെച്ചാൽ യു ആർ ബ്രിങ്ങിങ് ബാക്ക് ടു ദ അറ്റൻഷൻ എന്നാണ് പറയുന്നത്, അല്ലെ? അതിന് ഈ ടിച്ച് നട്ട് ഹാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ബുദ്ധ ഫിഷു, പേര് വളരെ എളുപ്പമാണ്, ടിച്ച് നട്ട് ഹാൻ എന്നാണ്. ഞാൻ തന്നെ വലിയ പാടുപെട്ടാണ് അത് പഠിച്ചത്, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ പേര്, അപ്പൊ അദ്ദേഹമാണ് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഏറ്റവും അധികം പറയുന്നത്. അപ്പൊ അയാള് എപ്പോഴും സ്വയം പറയുന്നത് ഐ ഹാവ് അറൈവ്ഡ്, ഐ ആം ഹോം എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ വിഷയം എന്താണ്? എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം എന്ന ഓർമ്മ നമുക്കുണ്ടാവില്ല. എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണമെന്ന ഓർമ്മ നമുക്കുണ്ടാവില്ല. നമ്മുടെ ഏറ്റവും വലിയ വിഷയമാണ്. അപ്പോ ഇന്ന് ഞാനിപ്പോ പറയാൻ പോകുന്ന ടിപ്പ് എന്താന്ന് വെച്ചാല്, യു ഹാവ് ടു പ്ലേ എ ഗെയിം കോൾഡ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങളുടെ ലൈഫിനകത്ത് എത്ര കൂടുതൽ സ്റ്റോപ്പ് പറയുന്നു അത്രയും നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. വാട്ട് ഈസ് സ്റ്റോപ്പ്? STOP. അതിനെ പറയുന്നത് ആദ്യത്തെ S സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് എന്ന് വെച്ചാല് അത് സ്റ്റോപ്പ് തന്നെയാണ്, അല്ലെ? അപ്പോ രണ്ടാമത്തെ സ്റ്റോപ്പ് എന്താന്ന് വെച്ചാൽ എന്താണ്? തിങ്ക്. നമ്മളത് ആ ഒരു T എന്ന് വെച്ചാൽ എന്താണ്? ചിന്തിക്കൂ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, ഒന്ന് ചിന്തിക്കൂ, അല്ലെ? ഒബ്സർവ്. നമ്മള് എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന്, ഇപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പൊ എന്താണെന്ന് ഒബ്സർവ് ചെയ്യൂ. പ്രൊസീഡ് ചെയ്യൂ. അപ്പോ സ്റ്റോപ്പ് എന്ന കാര്യം ഒരു ദിവസം എത്ര അധികം തവണ നമുക്ക് നമ്മളോട് പറയാൻ പറ്റുന്നോ അത്രയും നമ്മൾ അതീവ ശ്രദ്ധാലുവും നമ്മൾ ചെയ്യേണ്ടതിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. ഞാനൊരു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്. എപ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത്? നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുമ്പോഴാണോ, ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോഴാണോ? when we do what will make us happy or when we do what we supposed to do? എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരാൻ പോകുന്നത്? ഇതിപ്പോ ഒരു സംസാരിക്കാൻ പറ്റാത്ത സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെ പറയാം. നിങ്ങളിൽ പലരും ചിന്തിച്ചത് നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്നായിരിക്കും. അതൊരു വലിയ ബ്ലണ്ടറാണ്. അതായത് നമുക്ക് ആത്യന്തികമായി സന്തോഷം ലഭിക്കുന്നത് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യുമ്പോഴാണ്. നമുക്ക് സന്തോഷം വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തുണി അലക്കാനുണ്ട്. തുണി അലക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം കിട്ടുമോ വാട്സപ്പ് നോക്കിക്കൊണ്ടിരുന്നാല്? അല്ലെങ്കിൽ നമുക്കൊരു പ്രപ്പോസൽ ഉണ്ടാക്കാനുണ്ട്, ആ പ്രപ്പോസൽ അയക്കാനുണ്ട്, അതൊരു ബഡ്ജറ്റാണ്, അത് ഒരു 4-5 മണിക്കൂറത്തെ പണിയാണ്. ആ പണി ചെയ്ത് തീർത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, അല്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആത്യന്തികമായി ഉള്ളിൽ നിന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് മൈൻഡ്ഫുൾനെസിന്റെ പ്രൊഡക്ടിവിറ്റി. പിന്നെ ടീം വർക്കിന് ചെയ്ത് ഒരുപാട് സഹായിക്കും മൈൻഡ്ഫുൾനെസ്.
ടീം വർക്കിനെ സഹായിക്കുന്നതെന്ന് വെച്ചാല്, മറ്റേത് ഒരാള് എന്താടാ എടാ എന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ച് എന്താടാ എന്ന് ചോദിക്കും, അല്ലെ? പക്ഷെ ഒരു ശ്രദ്ധാലുവായ ആളൊരു പക്ഷേ ആയിരിക്കും അവൻ എന്തിനാ അങ്ങനെ സാധാരണ ഡാ എന്ന് വിളിക്കുന്നില്ല, അവൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും എന്നൊന്ന് ചിന്തിക്കും. ഇതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവനെയും ശ്രദ്ധിക്കും. എമ്പതിയും കമ്പാഷനും കൂടും. എമ്പതിയും കമ്പാഷനും കൂടുമ്പോ മറ്റുള്ളവരെ നമ്മൾ അറിയേണ്ട രീതിയിൽ അറിയും, നമ്മൾ അവരെ ശ്രദ്ധിക്കും, അവരെ നമ്മൾ നന്നായി പോസിറ്റീവായി ശ്രദ്ധിക്കുകയും കമ്പാഷനോടുകൂടി ശ്രദ്ധിക്കും. വി വിൽ ലിസൺ പീപ്പിൾ വിത്ത് കമ്പാഷൻ, നോട്ട് വിത്ത് ജെലസ് ഓർ നോട്ട് വിത്ത് എനി അതർ എന്തെങ്കിലും ഒരു ആങ്കർ ഒക്കെ വെച്ചിട്ടല്ല ഒരാൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വി വിൽ ലിസൺ പീപ്പിൾ വിത്ത് കമ്പാഷൻ, ദാറ്റ് വിൽ ഹെൽപ്പ് us a lot. പിന്നെ when you are mindful, you will concentrate more on the project, not on the people. അതാണ് ടീം വർക്ക് നന്നാവെന്ന് പറയുന്നത്. നമ്മുടെ ടീമിനകത്ത് 4 പേരുള്ളപ്പോ ഒരാളൊന്ന് സീരിയസ് ആയി കഴിഞ്ഞാൽ ബാക്കി 3 പേരും സീരിയസ് ആവത്തില്ലേ? തീർച്ചയായും ആവും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഒരാള് നമുക്കിത് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുന്നു? അത് തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇതാണ്. അപ്പോ തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂടും? മൈൻഡ്ഫുൾനെസ് ഉള്ള ആള് ലീഡർ ആയിരിക്കും, ഒരു സംശയം വേണ്ട. കാര്യം അയാള് ഹി വിൽ ഓൾവേസ് ഫോക്കസ് ഓൺ ദ പ്രോജക്ട്. ആ പ്രോജക്റ്റിൽ ഫോക്കസ് ചെയ്യുമ്പോ മറ്റുള്ളവർ കൂടെ പണി ചെയ്യേണ്ടി വരും. ഒരാള് ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബിക്കം ലീഡർ. അപ്പൊ ലീഡർഷിപ്പിനകത്ത് ഇതൊക്കെ ഓരോ സബ്ജക്റ്റും, മൈൻഡ്ഫുൾനെസ് എങ്ങനെ ആൻസൈറ്റി ഇല്ലാതാക്കുന്നു, മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഡിപ്രഷൻ ഇല്ലാതാക്കുന്നു, മൈൻഡ്ഫുൾനെസ് എങ്ങനെ ടീം വർക്ക് കൂട്ടുന്നു, മൈൻഡ്ഫുൾനെസ് എങ്ങനെ ലീഡർഷിപ്പ് കൂട്ടുന്നു എന്നുള്ളതെല്ലാം വെവ്വേറെ സ്റ്റഡീസ് ഉണ്ട്. മഹാ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോ നല്ല ശ്രദ്ധയുള്ള ഒരാൾ, തീർച്ചയായിട്ടും ശ്രദ്ധയും അറിവുമുള്ള ഒരാളെന്ന് വെച്ചാൽ ലീഡർ തന്നെ അല്ലേ? ഇതെന്താ സംശയിക്കുന്നത് അല്ലേ? ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണിത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുന്നത്. ഇനി ഞാൻ നേരത്തെ കമ്പാഷൻ പറഞ്ഞു. ഈ കമ്പാഷൻ എന്തുകൊണ്ടാണ്? ഒരാള് മൈൻഡ്ഫുൾ ആകുമ്പോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കും. നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ഓരോ ചിന്തകളെയും നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നമ്മളെന്ന വ്യക്തിക്ക് ഓരോ മനുഷ്യനോടുമുള്ള ബന്ധം എന്തെന്ന് വരെ നമ്മൾ ശ്രദ്ധിക്കും. എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ട്. അതൊരു മകനായത് കൊണ്ടുള്ള സ്നേഹമാണോ? ആ സ്നേഹത്തിന്റെ അളവ് എത്ര? ജഡ്ജ്മെന്റൽ ആവണ്ട, നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നമ്മുടെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്ര? ഞാൻ ഈ ചെയ്യുന്ന ജോലിയോടുള്ള എൻ്റെ താല്പര്യം എത്ര? ഞാൻ ഈ ചെയ്യുന്ന ജോലിയോടുള്ള എൻ്റെ ആത്മാർത്ഥത എത്ര? ഞാൻ ഈ ചെയ്യുന്ന എൻ്റെ ബോസിനോടുള്ള എൻ്റെ സമീപനം എന്ത്? എൻ്റെ ആത്മാർത്ഥത എന്ത്? അല്ലെങ്കിൽ എൻ്റെ ബോസിന്, എൻ്റെ ബോസാണെങ്കിൽ എൻ്റെ എംപ്ലോയീസിനോടുള്ള എൻ്റെ സമീപനം എന്ത്? എൻ്റെ സ്വഭാവം അവരോട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹമാണോ? അതോ അവര് കാരണമാണ് ഞാൻ ബോസായതെന്ന് എൻ്റെ യഥാർത്ഥ ചിന്തയാണോ എന്നെ നയിക്കുന്നത് എന്നൊക്കെ ഒന്ന് വെറുതെ കണ്ണടച്ചിരുന്ന് ചിന്തിച്ചു നോക്കണം. വലിയ മാറ്റം ഉണ്ടാവും ലൈഫിനകത്ത്. ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നന്നായിട്ട് കണ്ണു തുറന്ന് ഈ ലോകത്തിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനിതിനെ വീണ്ടും വീണ്ടും എന്റെ പ്രാധാന്യം പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊന്ന് ഇപ്പൊ ബോസ് ആണെങ്കിൽ ചിന്തിക്കണം, എന്റെ എംപ്ലോയീസിനോടുള്ള എന്റെ സമീപനം എന്താണ്? അവരോട് ഞാൻ ആത്മാർത്ഥമായിട്ടാണോ ഇടപെടുന്നത്? അപ്പൊ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നമ്മുടെ കമ്പാഷൻ കൂടും. കാര്യം ഒരാൾ എല്ലാ ദിവസവും ചിരിക്കുന്ന ഒരാൾ ഇന്ന് ചിരിക്കാത്തത് കൊണ്ട് അയാളുടെ സ്വഭാവം ശരിയല്ല എന്നല്ല പറയേണ്ടത്. അയാൾ ചിരിക്കാത്തതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ, അത് രഹസ്യമായി ചോദിക്കാം. എന്താണ് സഹോദര നീ ചിരിച്ചില്ലല്ലോ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം മൈ ഡിയർ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ബ്രോ എന്ത് പറ്റി ഇന്ന് ചിരിച്ചില്ലല്ലോ എന്ന് ബ്രോയോട് ചോദിക്കുമ്പോഴാണ് ബ്രോയുടെ വിഷയം പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ ഒരിക്കലും അത് അറിയാൻ പോകുന്നില്ല, അല്ലെ? ഇത്രയും സമയമായപ്പോ തന്നെ നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ടായിരിക്കും. ഒരാള് നിർത്താതെ സംസാരിക്കുന്നു, നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വിധിക്കപ്പെടുന്നു. അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മൈൻഡ്ഫുൾനെസ് എന്ത് ചെയ്യും? നിങ്ങളുടെ പേഷ്യൻസിനെ കൂട്ടും, ഇല്ല? ഇന്ന് ഞാൻ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു, എനിക്ക് വേറെ മാർഗമില്ല. ജഗതി പറയാൻ പോലെ എന്റെ ക്ലാസ് ഇങ്ങനല്ല, ഞാൻ ഇങ്ങനല്ല. എന്നെ അറിയുന്നവർക്കേ അത് അറിയാവൂ. എന്റെ ക്ലാസ് ഒരിക്കലും ഇങ്ങനൊന്നും അല്ല. ഓക്കെ,
നോൺ സ്റ്റോപ്പ് ചിരിയായിരിക്കും എന്റെ ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നിപ്പം എനിക്കിവിടെ ആകെ ഇപ്പൊ ഓസ്റ്റിനെയും പിന്നെ 1-2 ആൾക്കാരെയും മറിയൊക്കെ കാണാനുള്ളൂ, ബാക്കി ആരെയും കാണുന്നില്ല. ഇല്ല, ബാക്കി ഞാൻ ഇതിനകത്ത് ബാക്കി ആരൊക്കെ കേൾക്കുന്നു പോലും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ 2-3 സ്റ്റുഡൻസെ ഫ്രണ്ട് ഉള്ളത് വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ ഇതാണ് 19 പേരുണ്ട്. അടിപൊളി. ഓക്കെ ഓക്കെ, നോക്കാം. ഓക്കെ, 80 പേരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ എന്നോട് ക്ഷമിക്കുന്നത്. 80 പേര് ഒരേ സമയത്ത് ഇല്ലേ എന്റെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൊല്ലുന്നത് ആദ്യമായിട്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇതാണ് കമ്പാഷൻ. പിന്നെ ഹൈറ്റൻഡ് ബോഡി അവയർനെസ്. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ തടി കുറയുമെന്നാണ് പറയണത്. അതിപ്പോ എന്നെ നോക്കിയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇപ്പൊ എല്ലാവരും ഇപ്പം ഇല്ലേ, ഞാൻ ഈ തടി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇല്ലേ. ചില ആൾക്കാർ അങ്ങനെയല്ല. എങ്ങനെ മൈൻഡ്ഫുൾനെസ് കൊണ്ട് തടി കുറയുന്നത്? ഡിപ്രഷൻ വരുമ്പോ ചില ആൾക്കാര് അതിഗംഭീരമായി ഭക്ഷണം കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്കിൾ ബൺ എന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ പലപ്പോഴും അല്ലെ. അങ്കിൾ ബൺ എന്ന സിനിമയ്ക്കകത്ത് ആ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, അയാളുടെ കാമുകി മരിച്ചു പോയപ്പോൾ ഡിപ്രഷൻ കൊണ്ട് അയാള് ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് നോർമലായിരുന്ന ഒരു മനുഷ്യൻ വളരെയധികം ബൾക്കി ആയിട്ട് അങ്കിൾ ബൺ ആയത്. എന്ന് വെച്ചാല് ഞാനൊരു ആനയെ തിന്നുമായിരുന്നു എന്നാണ് ആ കഥാപാത്രം പറയുന്നത്. അപ്പോ ഡിപ്രഷൻ നമ്മളെ പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ചില ആൾക്കാർക്ക് ഓവർ ഈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ തിന്നാനൊരു കാര്യം കണ്ടെത്തി നടക്കുന്നവരാണ്. അപ്പോ ഡിപ്രഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ആ പേരും പറഞ്ഞ് നമ്മൾ കുറെ കഴിക്കും. മനുഷ്യർക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ there is something called mindful eating. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മള് ശ്രദ്ധയോടെയാണ് ആഹാരം കഴിക്കുന്നെങ്കിൽ ഡു യു തിങ്ക് യു വിൽ കൺസ്യൂം എ ലോട്ട് ഓഫ് ഫുഡ്? നോ. പക്ഷെ നമ്മളെ തന്നെ മറന്നു പോകും ചില ആഹാരം കാണുമ്പോൾ അല്ലെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വാരി തിന്നും ഇല്ലേ. നമ്മളെ തന്നെ മറന്നു പോകും. നമ്മളെ സ്വബോധം നഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. കഴിച്ചതിന് ശേഷം എണീക്കാൻ വയ്യാതാകുമ്പോഴാവും നമ്മൾ ചിന്തിക്കുന്നത് ദൈവമേ വേണ്ടായിരുന്നു അല്ലെ. കാര്യം എന്താ പറ്റിയത്? ഇത് പലപ്പോഴും എനിക്കൊക്കെ പറ്റുന്നതാണ്. ഇനിയിപ്പോ ഇത് മീറ്റിംഗ് കഴിഞ്ഞോടെ ഒരു 3-4 മണിയാവുമല്ലോ. അപ്പം ചായ കുടിക്കാൻ പോകും. ഇപ്പൊ പല ഐറ്റംസും അവിടെ കാണും. ആ സമയത്ത് ഞാൻ മൈൻഡ്ഫുൾനെസ് മറക്കും. അതെല്ലാം ഇല്ലേ, പല പിള്ളേരെ കൂടി വാശിക്ക് അതെല്ലാം കഴിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വിചാരിക്കുന്നു വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും പിന്നെ തന്നെയാണ് അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി അവയർനെസ് കൂട്ടും. എന്റെ ലുക്ക് എന്ത്, എന്റെ ഫീൽ എന്ത് അല്ലേ, ഞാൻ എന്തുമാത്രം നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ നന്നായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഒരു നിമിഷം ഒരു അബദ്ധം പറ്റിയതാ. ഓക്കെ, ഐ ആം ദേർ റൈറ്റ്. അപ്പം സ്ക്രീനുണ്ട്. ഓക്കെ. അപ്പോ അടുത്ത് ഇത് ആങ്സൈറ്റി കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എങ്ങനെയാ ഇത് ആങ്സൈറ്റി കുറയ്ക്കുന്നത്? നമ്മൾ പലപ്പോഴും ബൈ ലേണിംഗ് ഹൗ ടു ബി മോർ ചോയ്സ്ഫുൾ അബൌട്ട് വെൻ ടു തിങ്ക് അബൌട്ട് വാട്ട് വി ക്യാൻ. അതായത് നമ്മുടെ ഏറ്റവും വലിയ യുവർ തോട്ട് വിൽ ബിക്കെയിം തിങ്സ് എന്നാ പറയുന്നത്. തോട്ട്സ് വിൽ ബിക്കെയിം തിങ്സ്. അതായത് നാളെ കുറിച്ച് ഇപ്പൊ എല്ലാ പേരും വളരെയധികം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണ് അല്ലെ. ഇനിയിപ്പോ നമ്മള് ഈ ക്വാറന്റൈൻ കഴിഞ്ഞാൽ എന്താവും, ഒരുപാട് ജോലി നഷ്ടങ്ങളൊക്കെ വരുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ പണി പോകുമോ ഭഗവാനെ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഇപ്പൊ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ എന്തുമാത്രം ക്ലാസ് നഷ്ടപ്പെട്ടു. ഞാനൊരു ഫ്രീലാൻസ് ട്രെയിനറാണ്. എല്ലാ കോളേജും ഒക്കെ അടച്ചിട്ടിരിക്കുന്നു അല്ലെ, എല്ലാം അടച്ചിട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഒരു കോളേജിലും. അപ്പോഴും നമ്മളെപ്പോലത്തെ ആൾക്കാരെയൊക്കെ എത്രയോ അടുത്ത് പോയി പഠിപ്പിക്കേണ്ടത് ഞാനൊക്കെ ഇന്ന് വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ജോബ് എന്നൊക്കെ എല്ലാ പേരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ആൻസൈറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആൻസൈറ്റി നമ്മൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഇന്നത്തെ ദിവസം നമുക്കെല്ലാം ഉണ്ടല്ലോ അല്ലെ, ഇന്നത്തെ ദിവസം വേണ്ടതൊക്കെ ചെയ്യാം, ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ എന്തെങ്കിലും പഠിക്കാം, ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനെ നോക്കാം, നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാം, നാളെ വരട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഡു യു തിങ്ക് ആൻസൈറ്റി വിൽ ബി ഹൈ? നോ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് മൈൻഡ്ഫുൾ. അപ്പൊ ഈ ടോപ്പിക് എടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് വളരെയധികം പ്രായമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. വളരെയധികം അങ്ങനെ പ്രായം കൂടിയവരൊന്നും ഇല്ല കേട്ടോ, നമ്മളെല്ലാവരും വളരെ യങ്ങാണ്. പക്ഷെ എങ്കിലും ഞാൻ ഈ പ്രായത്തെ കുറിച്ചൊന്ന് പറയട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഇത് മാത്രം കേട്ടാൽ മതിയല്ലോ. നമുക്ക് ഈ പ്രായം 4 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് നമ്മളെ പറയുന്നത് ബയോളജിക്കൽ ഏജ്.
ഓരോ വർഷം അതിനെ പറയുന്നത് എന്താ, ഒരു ക്രോണോളജിക്കൽ ഏജ് ഓരോ വർഷം കൂടുമ്പോഴും നാട്ടുകാർ പലതും പറയും. അല്ലെ, നമ്മുടെ ഫേസ്ബുക്ക് നോക്കിയിട്ട് അവനിപ്പോ ഇത്രയും പ്രായമായി അല്ലെ എന്നൊക്കെ പറഞ്ഞു ഇല്ലേ. ആ നാട്ടില് വെറുതെ അമ്മ പൊങ്കാല ഇടുന്നു, പിള്ളേർ കേക്ക് കെട്ടി, നമുക്ക് വിഷമമാണ് ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇല്ലേ. അത് ക്രോണോളജിക്കൽ ഏജിങ് ആണ്. പിന്നെ ഉള്ളത് ബയോളജിക്കൽ ഏജിങ് ഉണ്ട്. എന്താ ബയോളജിക്കൽ ഏജിങ്? നമ്മുടെ ശരീരത്തിന്, ഇപ്പോ ഇന്നലെ ഞാൻ വായിച്ചു 90 വയസ്സായ ഒരാള്, അദ്ദേഹം പല വെറ്ററൻ ഒളിമ്പിക്സിലെയും ഇല്ലേ ചാമ്പ്യനാണ്, സ്വർണ്ണ മെഡൽ വാങ്ങിക്കുന്നു. ഇപ്പോഴും രാവിലെ എത്രയോ കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ പുള്ളിക്ക് വലിയ വിഷമമാണ് അല്ലെ. അപ്പൊ ക്യാൻ വി കമ്പയർ ഹിം വിത്ത് എ 40-year-old young man who not even have the capacity to move 1 kilometer by barefoot എന്നുള്ള ആൾക്കാരുണ്ട്. 1 കിലോമീറ്റർ നടക്കാൻ പറ്റാത്ത ഒരു 40-കാരനെയും ആ 90-നും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രായമല്ല, നമ്മുടെ ബയോളജിക്കൽ കപ്പാസിറ്റി എന്തുമാത്രം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അല്ലെ. ബയോളജിക്കൽ കപ്പാസിറ്റി നന്നാവണമെങ്കിൽ എന്ത് വേണം? ഇനഫ് ഓഫ് ഫുഡ്, ഇനഫ് ഓഫ് എക്സസൈസ്, ഇനഫ് ഓഫ് റെസ്റ്റ് അല്ലെ. ഇനഫ് ഓഫ് ഫുഡ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പൊ അതാണ് ബയോളജിക്കൽ ഏജ്. പിന്നെ ഉള്ളത് സൈക്കോളജിക്കൽ ഏജ് ആണ്. വാട്ട് ഈസ് സൈക്കോളജിക്കൽ ഏജ് എന്ന് വെച്ചാല് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തുമാത്രം പ്രായമാകുന്നു. ഇപ്പൊ ചില കൊച്ചു കുട്ടികളൊക്കെ കാണും, നമ്മൾ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ കാണുന്നതാണ്, രാമായണവും മഹാഭാരതവും ഒക്കെ വയസ്സായ ആൾക്കാരെ പഠിപ്പിക്കുന്ന കുട്ടികൾ, ജ്ഞാനവൃദ്ധന്മാർ എന്ന് വിളിക്കും അല്ലെ. ഭയങ്കര കുഞ്ഞു വാഗുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ. എന്നാൽ വേറെ ചിലരുണ്ട്, എത്ര പ്രായമായാലും അവരെ കുട്ടികളി മാറില്ല ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ദേ ഫീൽ ദാറ്റ് ദേ ആർ വെരി വെരി യങ് അറ്റ് ഹാർട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും, മിക്കവാറും എല്ലാ മനുഷ്യരും അവനുള്ള യഥാർത്ഥ പ്രായത്തെക്കാൾ ഒരു 20 വയസ്സ് കുറവെന്നാണ് ഉള്ളിൽ ചിന്തിക്കുന്നത്. അത് നല്ലതാ, അങ്ങനെ ഇരുന്നോട്ടെ. കാര്യം എന്ന് വെച്ചാല് പെട്ടെന്നൊന്നും നമ്മുടെ മൂക്കിൽ പഞ്ഞി വയ്ക്കത്തില്ലല്ലോ, നമുക്കതൊരു നല്ല കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഏജിനേക്കാളും ഒരു 20 വയസ്സ് കുറവാണ് നമുക്ക് തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ 3 തരം ഏജിങ് പറഞ്ഞു. ഒന്ന് ക്രോണോളജിക്കൽ, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ. ഇനിയുള്ള ഏജിങ്ങിന്റെ പേര് കോഗ്നിറ്റീവ് ഏജിങ് എന്നാണ്. കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും. ചില ആൾക്കാർ ചിന്തിക്കും, എനിക്ക് 10-50 വയസ്സായി, ഇനിയിപ്പോ ഞാനൊക്കെ പഠിച്ച എത്ര പഠിക്കാനാ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. 80 വയസ്സായ രാഷ്ട്രീയക്കാരൻ ഇന്നും തന്റെ ആരോഗ്യമൊക്കെ ഒന്ന് പൊടി കൊത്തി എടുത്തിട്ട് എങ്ങനെയെങ്കിലും അടുത്ത മുഖ്യമന്ത്രി ആകാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രാഷ്ട്രീയക്കാരെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. എങ്ങനെ അടുത്ത മന്ത്രിയാകാൻ പറ്റും, അടുത്ത ഇലക്ഷൻ എങ്ങനെ മത്സരിക്കാൻ പറ്റും, എന്റെ കരിയറിനകത്ത് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന, അവരെ കോഗ്നിറ്റീവ് ഏജിങ്, അവരുടെ തലച്ചോറിനെ ഒട്ടും മരിക്കാൻ അനുവദിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോ ഇതുപോലെയുള്ള ഇതുപോലത്തെ കത്തി സെക്ഷൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ്? നിങ്ങളുടെ കോഗ്നിറ്റീവ് ഏജിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുന്നതൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഗ്നിറ്റീവ് ഏജിങ് നമുക്ക് നന്നായിട്ട് കൂട്ടാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇതുവരെ പറഞ്ഞതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം പേഷ്യൻസ് കൂട്ടും, നമ്മുടെ ടീം പ്ലെയർ, നമ്മുടെ ആസ് എൻ എംപ്ലോയി നമ്മുടെ കാര്യങ്ങൾ കൂട്ടും, ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം നമുക്കറിയാവുന്ന ഒരു 80% ആൾക്കാർക്കും നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മള് എങ്ങനെയുള്ള ആളാണ്? നല്ല മൈൻഡ്ഫുൾനെസ് ഉള്ള, നല്ല കമ്പാഷൻ ഉള്ള ഒരാൾ. നമ്മളെ 80% ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാണ് അല്ലെ. 100% ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തോ മാനസിക രോഗമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ 100% ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടത്തില്ല അല്ലെ. 80%. ഇതിനകത്ത് തന്നെ ഇപ്പൊ 20% എന്നെ കൊല്ലാനുള്ള ഒരു ദേഷ്യം കാണുമല്ലോ അവർക്ക്, ഇത് എപ്പോ തീരുമെന്ന് വെച്ചിട്ട് അല്ലെ. അപ്പൊ ബാക്കി ഇല്ല. അപ്പൊ 80% നമ്മളെ ഒരിക്കലും ഇഷ്ടമാവത്തില്ല. 80% പേർക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹ്യൂജ് സക്സസ് ആണ് നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും. ഇനി നമ്മളെ 50% പേർക്ക് മാത്രമേ നമ്മളെ ഇഷ്ടമുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അത്യാവശ്യം നല്ലൊരു ചൊറിയാണ് അല്ലെ. നമ്മൾ അത്യാവശ്യം അല്ലെ നല്ലൊരു ചൊറിയനാണ്. നമ്മള് ആൾക്കാരെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം ഏതെങ്കിലും ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. പുള്ളി കുറച്ച് ഉപദേശങ്ങളൊക്കെ തരും. നമുക്ക് ഈ കമ്പാഷൻ, ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ഒരു ജീവിതമേ ഉള്ളൂ, കുറച്ച് മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു വിഷയമുണ്ട്. ഇനി
80% പേർക്ക് നമ്മളെ ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്കിൽ സൈക്കോളജിസ്റ്റ് പോരാ, സൈക്യാട്രിസ്റ്റിനെ തന്നെ നമ്മൾ കാണേണ്ടി വരും. കാര്യം കുറച്ച് മരുന്നും കൂടി കഴിക്കേണ്ടി വരും. നമുക്കെന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട്. ഇനി ചില ആൾക്കാർ ചിന്തിക്കും 80% പേർക്ക് എന്നെ ഇഷ്ടമില്ല, അതിന് കാരണം അവരാരും ശരിയല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ മാത്രം പോരെ, ഒന്ന് അഡ്മിറ്റ് ആവേണ്ടി വരും. കാര്യം 2-3 ഷോക്കൊക്കെ അടിച്ചാലേ ശരിയാവത്തുള്ളൂ. കാര്യം വളരെ മാരകമായ അസുഖമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇതൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ വികാര വിചാരങ്ങളും ചിന്തകളും എങ്ങനെയുള്ള പെരുമാറ്റമാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധമുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളെ കുറിച്ചും നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചും ഒക്കെ നമുക്ക് നല്ല ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരോടും വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യും. അത് നമ്മുടെ കമ്പാഷനെ കൂട്ടും, നമ്മളെന്ന വ്യക്തിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ എല്ലാ പേരും ഈ ഒരു പ്രാക്ടീസ്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനാണ് ഞാനതെല്ലാം പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതല്ല. ഈ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് അറിയോ? എന്നെ പടത്തിൽ കാണുന്നവർ ആരൊക്കെയാന്ന് അറിയോ? ഒന്ന് നെഹ്റു ആണ്, അതെല്ലാവർക്കും അറിയാം. മറ്റേ കൂടെ നിൽക്കുന്ന മനുഷ്യൻ ആരാന്ന് ചോദിച്ചാല് ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന് പറയും. അദ്ദേഹം ഒരു വലിയ ചിന്തകനാണ്, ഒരു വലിയ ചിന്തകനാ. കാര്യം തിയോസഫിക്കൽ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആനി ബെസന്റ്, മാഡം ബ്ലാവറ്റ്സ്കി, മാക്സ് മുള്ളർ എന്നൊക്കെ പറയുന്ന ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. അതിന്റെ ഉദ്ദേശം ലോകത്തിനെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ടീച്ചറെ ഉണ്ടാക്കുക എന്ന് കണ്ടപ്പോ അവർ കണ്ടെത്തിയ മനുഷ്യനാണ് ഈ നെഹ്റുവിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ജിദ്ദു കൃഷ്ണമൂർത്തി. അതിഗംഭീരമായ ഒരു ടീച്ചറാണ് അദ്ദേഹം. എനിക്ക് നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് അദ്ദേഹത്തെ ജനം ശ്രദ്ധിക്കാതെ പോയത്. കാര്യം നേരെ ചൊവ്വേ കാര്യങ്ങൾ അറിയുന്നവരെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല അല്ലെ? എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഐ ഡോണ്ട് നോ എനിത്തിങ്, ഐ ആം നോട്ട് എനിബഡീസ് ടീച്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ആരും അധികം ശ്രദ്ധിച്ചില്ല. കാര്യം സത്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഈ രാജ്യത്ത് വിലയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ എന്നും അധികം നമുക്ക് അറിയാത്തത്. പക്ഷെ നെഹ്റുവിനെ പോലെയുള്ള, ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഒരുപാട് മഹത്തുക്കൾക്ക് തീർച്ചയായിട്ടും ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന ജീനിയസിനെ അറിയാമായിരുന്നു. അപ്പം when Jiddu Krishnamurti was in India after World War II, many prominent personalities came to meet him, including Prime Minister Nehru. ആ മീറ്റിംഗിനകത്ത് ചോദിച്ചു, in his meeting with Nehru, Krishnamurti elaborated at length on the teaching, saying in one sentence, ഞാൻ ഈ പറഞ്ഞതിന്റെ ആകെത്തുകയാണിത്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെൽഫ് ഓൺലി അറൈസസ് ഇൻ റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മളെ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിയണം. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ എങ്ങനെയുള്ള ഒരു മകനാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ യു ഹാവ് ടു തിങ്ക് അബൌട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സമീപനം എന്താണ്, നമ്മുടെ ട്രൂ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളെ അറിയാൻ പറ്റൂ. ഇസ് ഇറ്റ് മേക്കിംഗ് സെൻസ്? ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, എനിക്ക് എന്റെ മാതാപിതാക്കളോടുള്ള എന്റെ യഥാർത്ഥ നേച്ചർ എന്താണ്? അവർ വയസ്സായി, ഇനിയിപ്പം മറ്റേ പെങ്ങളൊക്കെ നോക്കുക, അമ്മയൊക്കെ നോക്കുക, അവരെല്ലാരും ഉണ്ടല്ലോ, പെൻഷനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അത്ര കമ്മിറ്റഡ് അല്ലാത്തൊരു സണ്ണാണ്. ദറ്റ് ഈസ് റിയാലിറ്റി അല്ലെ? മറ്റേത് അങ്ങനെയല്ല. എത്ര തിരക്കുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്ക് എന്റെ പാരന്റ്സിനെ പോയി കാണണം. കാര്യം എന്ന് വെച്ചാല് എന്നെ കാണുന്നത് അവർക്കൊരു വലിയ സന്തോഷമാണ് എന്ന് ചിന്തിച്ചാല് യു ആർ എ ഗുഡ് സൺ അല്ലെ? അതേപോലെ തന്നെ മക്കളെ കാര്യം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ സിബ്ലിങ്സിനോട്, നമ്മുടെ സബോർഡിനേറ്റ്സിനോട്, കൂടെ ജോലി ചെയ്യുന്നവരോട് നമുക്ക് അവരോടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം നമ്മളെന്ന മനുഷ്യൻ എന്തുമാത്രം ട്രൂലി നല്ലതാണ്. ശരിക്കും നമ്മൾ എന്തുമാത്രം നല്ലതാണെന്ന് അറിയണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെൽഫ് ഓൺലി അറൈസസ് ഇൻ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാകത്തുള്ളൂ. ഞാൻ വളരെയധികം സ്നേഹമുള്ള ഒരു മകനാണ്, ഞാൻ വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവാണ്, ഇൻവെർട്ടർ കോമയ്ക്കകത്ത്. ഓക്കെ, ഞാൻ വളരെയധികം വളരെയധികം ആത്മാർത്ഥതയുള്ള ഭാര്യയാണ്. ചുമ്മാ ചിന്തിച്ചോ, ചിലപ്പോ ഇങ്ങനെ അങ്ങനെ ആണെങ്കിലോ, നമ്മളിപ്പം
ഇല്ലാതാക്കുന്നതിന് അല്ലെ. ആത്മാർത്ഥമുള്ള ഭാര്യയാണ് അല്ലെ, ഞാൻ വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്താണ് എന്നൊക്കെ എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു നല്ല വ്യക്തിയാണ് അല്ലെ. അതാണ് നമ്മളെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, ഒബ്സർവ് ചെയ്യണം. അതാണ് ഇങ്ങനെ ഇതിവിടെ കൊണ്ടുവന്നത്. റിലേഷൻഷിപ്പ് ഇൻ വാച്ചിങ് യുവർ സെൽഫ് ഇൻ റിലേഷൻഷിപ്പ് ടു പീപ്പിൾ ഇല്ലേ, മറ്റുള്ളവരോടുള്ള ഐഡിയാസ്. ഇപ്പൊ നമുക്കൊരു കമ്മ്യൂണിസത്തിനോടാണോ താല്പര്യം, അല്ലെങ്കിൽ റിലീജിയനോടാണോ താല്പര്യം, എന്ത് തരം ചിന്താ ഫിലോസഫീസിനോട് നമുക്ക് താല്പര്യം എന്ന് അറിഞ്ഞാല് നമ്മൾ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ ഇല്ലേ, നമ്മുടെ തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ എന്തെല്ലാം ചിന്താഗതിയുള്ളവരാണ് ഇല്ലേ. ചിലര് എത്തീസ്റ്റ് ആയിരിക്കും, ചിലര് തീസ്റ്റ് ആയിരിക്കും, ചിലര് അഗ്നോസ്റ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ എന്താ, ചിലര് ചിന്തിക്കുന്നു ദൈവമുണ്ട്, ചിലര് ചിന്തിക്കുന്നു ദൈവമില്ല, ചിലര് പറയുന്നു നോ എത്തുംപിടി അറ്റോൾ, ഉണ്ടോന്നോ ഇല്ലെന്നോ അറിയില്ല ഇല്ലേ. ചിലര് പറയുന്നു മാർക്സിസമാണ് ഈ ലോകത്തിന്റെ രക്ഷകൻ, ചിലര് പറയുന്നു ക്യാപിറ്റലിസമാണ് രക്ഷകൻ, ചിലര് പറയുന്നു ഇതൊന്നുമല്ല രക്ഷകൻ, ഞാനാണ്, എന്റെ കുടുംബമാണ് രക്ഷകൻ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ ഇപ്പം ഓരോ ഐഡിയാസിനോട് ഇപ്പൊ ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിനോടുള്ള നിങ്ങളുടെ ബന്ധം എന്ത് ഇപ്പൊ ഏകദേശം തീരുമാനമായി കാണും അല്ലെ. അതനുസരിച്ചാണ് ബാക്കി നിങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുന്നത്. ഓ, എനിക്ക് ഇതിനൊന്നും താല്പര്യമൊന്നുമില്ല, മെഡിറ്റേഷൻ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊന്നുമല്ല, ഞാൻ ഇങ്ങനെ സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോക്കൊള്ളാം, എനിക്ക് അങ്ങനെ ഇപ്പൊ എന്നെ മാറ്റണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല, ഞാൻ മാത്രം മാറിയിട്ട് ഇവിടെ എന്ത് കാര്യമാണ്, നാട്ടുകാർ മാറാതെ ഞാൻ മാറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഫിലോസഫേഴ്സ് ഈ 80 പേരിൽ കാണാം ഇല്ലേ. ചില ചിന്തിക്കും മറ്റുള്ളവർ എങ്ങനെ വേണോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ കാണുന്നത് മാറുമല്ലോ, ഞാൻ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം മാറ്റുമല്ലോ, അങ്ങനെ എനിക്ക് ഒരുപാട് ഗുണം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മറ്റുള്ള വ്യക്തികളോട്, നിങ്ങളുടെ ബന്ധങ്ങളോട്, ഐഡിയാസിനോട്, ഇപ്പൊ ഒരു പട്ടിയോട്, പൂച്ചയോട്, മരത്തിനോട്, മണ്ണിനോട്, ആകാശത്തോട്, ഭൂമിയോട് ഒക്കെ നിങ്ങളുടെ ബന്ധം എന്താണെന്ന് അറിഞ്ഞാല് നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ അല്ലെ. നമുക്കിഷ്ടം കർണാടക സംഗീതമാണോ, നമുക്കിഷ്ടം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ പാട്ടുകളാണോ, നമുക്കിഷ്ടം റാപ്പ് മ്യൂസിക് ആണോ എന്നൊക്കെ ചിന്തിച്ചാൽ മാത്രമേ നമുക്കറിയാം വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ വി ആർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് മറ്റുള്ളവരുമായും ആശയങ്ങളുമായും കാര്യങ്ങളുമായുള്ള ബന്ധം എന്തെന്നൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ നിങ്ങൾ എന്തുമാത്രം ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ്, ആത്മാർത്ഥത ഇല്ലാത്ത മനുഷ്യനാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഓക്കെ, അപ്പൊ അതാണ് ട്രീസ്, എർത്ത് ആൻഡ് ദ വേൾഡ് അറൌണ്ട് യു ആൻഡ് വിത്തിൻ യു. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്താണ് അയാള് പറഞ്ഞത്. റിലേഷൻഷിപ്പ് ഈസ് ദ മിറർ ഇൻ വിച്ച് സെൽഫ് ഈസ് റിവീൽഡ്. വിത്തൗട്ട് സെൽഫ് നോളജ് there is no basis for right thought and right action. നമുക്ക് നമ്മളെ കുറിച്ചൊരു അറിവില്ലെങ്കിൽ എന്താണ് ശരിയായ ചിന്ത, പ്രവൃത്തി. ഇപ്പൊ നമ്മളെ പലപ്പോഴും ശരിയെന്ന് പറയുന്നത് എന്തിനാണ്, ഏതെങ്കിലും നമുക്ക് നമ്മുടെ മേൽ സ്വാധീന ശക്തിയുള്ള 4 പേര് പറയുന്നു ശരിയാണ് ഇല്ലെ. പിണറായി വിജയൻ പറഞ്ഞാൽ ശരിയാണെന്ന് ചിന്തിക്കുന്നവർ കാണും, ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ശരിയാണെന്ന് ചിന്തിക്കുന്നവർ കാണും ഇല്ലെ, മോഡി പറഞ്ഞാൽ ശരിയാണെന്ന് ചിന്തിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഓസ്റ്റിൻ പറഞ്ഞാൽ ശരിയാണെന്ന് ചിന്തിക്കുന്നവർ കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ? അത് അവരുടെ ചിന്തകളുമാണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് നമ്മളെ കുറിച്ചൊരു അറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നതൊന്നും ശരിയല്ല, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ തെറ്റാണ്. അതാണ് പറയുന്നത് വിത്തൗട്ട് സെൽഫ് നോളജ് there is no basis for right through action. നെഹ്റു asked how does one start. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ എങ്ങനെ ഒരാളിന് തുടങ്ങാൻ പറ്റും ഇത് എന്ന് വെച്ചാല് അതാണ് ഞാനും പറയുന്നത്. ബിഗിൻ വെയർ യു ആർ. എവിടെയാണോ അവിടെ നിങ്ങൾ ഇത് ആരംഭിക്കുക. റീഡ് എവറി വേർഡ്, എവറി ഫ്രേസ്, എവറി പാരഗ്രാഫ് ഓഫ് ദ മൈൻഡ് ആസ് ഇറ്റ് ഓപ്പറേറ്റ്സ് യു തോട്ട്. നിങ്ങളുടെ ചിന്ത, ഓരോ വാക്കുകളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ ഫ്രേസിനെയും ഓരോ പാരഗ്രാഫിനെയും, നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന ഓരോ ചിന്തകളെയും ശ്രദ്ധിക്കുക. അതിനെ ബഹുമാനിക്കുക. കാര്യം അത് വരുന്നത് നിങ്ങളുടെ നിയന്ത്രണം കൊണ്ടല്ല, നിങ്ങളുടെ ജനറ്റിക് മേക്കപ്പ് കൊണ്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ എൻവയൺമെന്റ് കൊണ്ടുമാണ് നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നത്. വരുന്ന ചിന്തകളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിരന്തരം നെഗറ്റീവ് ചിന്തകളാണ് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കൗൺസിലറെ കാണുക, ഒരുപാട് ദിവസം പുള്ളിയായിട്ട് സ്പെൻഡ് ചെയ്യുക, തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാകും. കൗൺസിലിംഗ് ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു.
ഓക്കെ, ഞാനും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിലും കാണാം. ഒരു കച്ചവടം നടത്തിയതാ ഫസ്റ്റ്. അപ്പൊ ഇല്ലേ, അപ്പൊ ഇല്ലേ, തീർച്ചയായിട്ടും ഒരു നല്ല കൗൺസിലറെ കാണുക. അപ്പൊ ഈ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ അത് ബുദ്ധിമുട്ടിലാക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന ഒരു ഏരിയയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഏറ്റവും വലിയ ചിന്തകന്മാരെല്ലാം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് ഇൻ മാൻ എന്നാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ എല്ലാ പേരും ഇതോടുകൂടി കഴിഞ്ഞു, പേടിക്കേണ്ട, ഇനി ഒരുപാട് സ്ലൈഡ് ഒന്നുമില്ല. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു പെർഫെക്ഷന്റെ മാനിഫെസ്റ്റേഷൻ. നമ്മളെല്ലാ പേരും പെർഫെക്റ്റ് ആയിരിക്കും. ഒരു കല്ല് പോലെയാണ്. കല്ലിനകത്ത് എല്ലാ കല്ലിനകത്തും ഒരു പക്ഷേ ഡയമണ്ട് ഉണ്ടായിരിക്കാം. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിനെ കാർവ് ചെയ്യുന്നതാണ്. നമ്മുടെ അകത്തുണ്ട് അതാണ് റിഫൈൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. വിദ്യാസമ്പന്നനും വിദ്യാസമ്പന്നനും ഉണ്ട്, ഇല്ല? രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ല? വിദ്യാസമ്പന്നൻ, വിദ്യാസമ്പന്നൻ. ഓക്കെ, അപ്പം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം വിദ്യാസമ്പന്നനാവണമെന്നില്ല, വിദ്യാസമ്പന്നനും ആവാം. ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട് IAS വരെ കോഴ വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർ ഒരുപാട് അഴിമതി കാണിക്കുന്നുണ്ട്, ആൾക്കാരെ അവയവം വരെ അടിച്ചു വെക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഉള്ളവർ. അവരെയൊക്കെ നമ്മൾ വിദ്യാസമ്പന്നന്മാരെന്നാണ് വിളിക്കുന്നത്, ഒരു വിദ്യാസമ്പന്നന്മാരല്ല. അപ്പൊ വിളിക്കുന്ന എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് ഇൻ മാൻ. ഹെൻസ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ടു ടീച്ച് യു ഹൗ ടു കോൺസെൻട്രേറ്റ് എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കലാണ്. ഞാൻ ഒരു പക്ഷേ എടുത്തേക്കാവുന്ന ഒരുപാട് ക്ലാസ്സുകളുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, യു ഹാവ് ടു ലേൺ ഹൗ ടു പേ അറ്റൻഷൻ ടു എവരിതിങ്. ഒരാളെ സംസാരിക്കുമ്പോ അയാള് ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിൽ 100% ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയിൽ 100% ശ്രദ്ധിക്കുക, ആ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നാൽ നിങ്ങൾ വിചാരിക്കാത്തതിനേക്കാളും ഒരുപാട് മുകളിൽ നിങ്ങളുടെ ജീവിതം എത്തും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും എനിക്കില്ല. ഈ ലോകത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിക്കും ഇല്ല, ഈ ലോകത്തുള്ള ഒരു ശാസ്ത്ര പഠനങ്ങൾക്കും ആ കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പോ ഇതാണ് എനിക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഇന്ന് നമ്മളെല്ലായ്പ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ദ നെക്സ്റ്റ് റൈറ്റ് മൂവ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു, എന്താണ് അടുത്ത നല്ല മൂവ് എന്ന് പറഞ്ഞാല് കുറെ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകും, കുറെ പുതിയ തൊഴിലുകൾ വരും. അപ്പോ അതീവ ശ്രദ്ധാലുവായിരിക്കുക, വായിക്കുക, ചുറ്റുപാടും എവിടെയാണ് ഞാൻ എന്ന വ്യക്തിയെ ഏറ്റവും നന്നായി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അറിയാനുള്ള അത് നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കും. ഒന്ന് അഭിപ്രായം പറയാൻ വേണ്ടി പഠിക്കും, രണ്ട് അറിയാൻ വേണ്ടി പഠിക്കും. അറിയാൻ വേണ്ടി പഠിക്കുക. നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അറിയാനുള്ള അദമ്യമായ ആഗ്രഹം. എന്താണ് ഒരു എക്കണോമിക് എന്തായാലും ഒരു വലിയ എക്കണോമിക് സ്ലോ ഡൗൺ നടക്കും. എല്ലാ തരം ചിന്തകളും ഉണ്ട്. ഒരു വലിയ സ്റ്റഡി പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് ഗുണം ഉണ്ടാവും എന്ന് പറയുന്നു. കാര്യം ഈ പോക്കാണെങ്കിൽ ഒരുപാട് വലിയ വലിയ കമ്പനികളൊക്കെ ചൈനയിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ബാക്ക് ഔട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ഇന്ത്യയിലോട്ട് വരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ കൂടാനും ഒരുപാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ടെന്ന് ഒരു പോസിറ്റീവ് ചിന്തയുണ്ട്. ഇനി അടുത്ത കുറെ കാലത്തേക്ക് ഇന്ത്യൻ എക്കോണമി എണീക്കില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്തയുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് എവിടെയുമാണ് സത്യം. അപ്പോ ഒന്നും സംഭവിക്കില്ല, സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന ഗീതാവാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം ഇപ്പൊ തൽക്കാലം. പക്ഷെ നിങ്ങൾക്ക് ഇനിയും എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ചോദ്യം ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. അപ്പോ ഞാനിപ്പോ ഹലോ, ഞാനിപ്പോ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വെച്ചാല് നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആളുകൾക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. മൊത്തത്തില്
അൺമ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വരുന്നതുകൊണ്ടാണ്. അപ്പം സംസാരിക്കാനുള്ളവർ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സാറോട് ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങളെ കേട്ടതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇല്ലേ? ഞാനിപ്പോഴാണ് എല്ലാരെയും കാണുന്നത്. ആദ്യം ഞാൻ ആകെ കണ്ടത്, ഇത്രയും സമയം കണ്ടത് ഓസ്റ്റിനെയും സിബിയെയും പിന്നെ മറിയ ചെറിയനെയാണ്. അല്ലേ? ഇപ്പൊ ഗ്രിഡ് വ്യൂലാക്കി കഴിഞ്ഞാൽ എല്ലാവരെയും കാണാൻ പറ്റും. ഗ്രിഡ് വ്യൂ ആക്കി, ഇപ്പൊ ഗ്രിഡ് വ്യൂ ആക്കി. ഇപ്പൊ ഞാൻ എല്ലാരെയും കാണുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ മാറ്റി മാറ്റി കാണട്ടെ എല്ലാരും. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. സാർ എപ്പ മതിയാക്കും എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം അവസാനിക്കുമ്പോ ഞാൻ മതിയാക്കും. എത്രയും വേഗം. ആകെ നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യം ഈ കുരിശ് എപ്പ തീരും എന്നുള്ളതാണ്. അതിപ്പോ തന്നെ തീർക്കാൻ നമുക്ക് വിഷമൊന്നുമില്ല. ഹായ് സ്മിത, ഭയങ്കര സന്തോഷം. വീണ്ടും എന്റെ കത്ത് കേൾക്കാൻ വന്നിരുന്നു അല്ലേ? എല്ലാരും ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്. എന്തായാലും വളരെ ഇന്റലക്ച്വൽ ആയിരുന്നു ആക്ച്വലി ഇന്നത്തെ ക്ലാസ്. ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എനിക്ക് പറ്റില്ല. ഇന്റലക്ച്വൽ ആയിരുന്നു. ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്തു പല പല കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ജസ്റ്റ് ഒരു ഡൗട്ട്, ആ ജിത്തു കൃഷ്ണമൂർത്തിയുടെ കാര്യം പറഞ്ഞില്ലേ, വെൻ ഹി വാസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞേ, അപ്പൊ ആക്ച്വലി പുള്ളി ഏത് നേഷനിലാണ്, എവിടത്തെ? ഭയങ്കര സന്തോഷമുള്ള ചോദ്യം. എന്റെ ഒരു വലിയ ഗുരുനാഥനാണ് മനസ്സിലായേ. ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആള്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇവിടെ മാടനപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തില് കർണാടകയിൽ ജനിച്ച ആളാണ്. അയാളുടെ അച്ഛൻ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അന്ന് ആനി ബെസന്റും ഈ പറയുന്ന തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടേഴ്സ് എല്ലാം കൂടെ ലോകത്തിന് എല്ലാം അറിയുന്ന ഒരു നല്ല ടീച്ചറിനെ സംഭാവന ചെയ്യണമെന്ന് കണ്ടപ്പോ അന്ന് അവരൊക്കെ കണ്ടെത്തിയ ഒരു ബാലനായിരുന്നു ജിത്തു കൃഷ്ണമൂർത്തി. അയാളുടെ അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു ഇന്റലക്ച്വൽ ഓർ ജീനിയസ് കണ്ടിട്ട് അവരെ ഒരുപാട് വ്യായാമം, ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഒരുപാട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ലണ്ടനിലും പിന്നെ അദ്ദേഹം കാലിഫോർണിയയിലെ ഓജോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജീവിച്ചത്. ലോകം മുഴുവൻ യാത്ര ചെയ്ത് കൃഷ്ണമൂർത്തി ഫൗണ്ടേഷന്റെ ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള ഈ കാലിഫോർണിയയിലാണ് അദ്ദേഹം ജീവിച്ചത് ഒരുപാട് കാലം. അപ്പം പിന്നെ തിയോസഫിക്കൽ സൊസൈറ്റിയായിട്ടൊക്കെ പുള്ളി പിരിഞ്ഞു. കാര്യം എന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഒരു വലിയ ലോകത്തിന്റെ ടീച്ചറായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ലോകത്തിന്റെ ടീച്ചറൊന്നും അല്ല ഞാൻ. ഐ ആം ഓൺലി എ സ്റ്റുഡന്റ്, ഐ ആം നോബഡീസ് ടീച്ചർ. അപ്പൊ പുള്ളിയുടെ ഒരു ഏറ്റവും നല്ല മാർഗം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലും തിരിച്ചിങ്ങോട്ട് ചോദ്യം ചോദിക്കും. അതാണ് ജിത്തു കൃഷ്ണമൂർത്തി. നമ്മളെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കും. ഇപ്പൊ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. അല്ല, അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാല് എന്റെ അഭിപ്രായം നീ എന്തിനാ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കും. യു അണ്ടർസ്റ്റാൻഡ്? എന്റെ അഭിപ്രായം എന്തിനാ നീ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കും ഇല്ലേ? അപ്പോ ബുദ്ധനാവുന്നത് നല്ലതാണ്, പക്ഷെ നീ ബുദ്ധനെ ഫോളോ ചെയ്യുന്നുള്ള നിനക്ക് എന്താ ഗുണം എന്നാ ചോദിക്കും അല്ലെ? അപ്പൊ നമ്മളെന്ന് പറയുന്ന ഈ ഒരു ജീവനെ ഏറ്റവും നന്നായി നമ്മൾ തന്നെ പുരോഗമിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഗുണം ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ആരുടെയെങ്കിലും ജീസസിന്റെ ഫോളോവർ ആണ്, അല്ലെങ്കിൽ കൃഷ്ണന്റെ ഫോളോവർ ആണ്, ബുദ്ധന്റെ ഫോളോവർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫോളോവർ ആകുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ മനുഷ്യ ജീവിതം കൊണ്ടൊന്നും നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മുടെ തന്നെ ചിന്തകളെ ഒബ്സർവ് ചെയ്ത് നമ്മൾ തന്നെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ജിത്തു കൃഷ്ണമൂർത്തി ഒരുപാട് കാലം ഒരു വേൾഡ് സിറ്റിസൺ ആയിരുന്നു. ഹൈലി ഇന്റലക്ച്വൽ, ഒരു സംശയം വേണ്ട. ഒരുപാട് കോമൺ മാൻ ഒന്നും അറിയത്തില്ല. കാര്യം പുള്ളി മരിച്ചത് ഏകദേശം 90s. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഗുരുക്കന്മാർ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് എല്ലാവരും ഒരുപാട് ആക്റ്റീവാണ്. ഒരുപാട് ജീനിയസുകൾ കടന്നുപോയി. നമുക്ക് അവരെ ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റഡി സർക്കിൾസ് ഉണ്ട്. അദ്ദേഹം സ്വതന്ത്രമായ സ്റ്റഡിയെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യം പോലും നിങ്ങൾ ഫോളോ ചെയ്യരുതെന്ന്. ഇല്ലേ? ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളിനെ ഫോളോ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണ്ടെന്നാണ് പറയുന്നത്. But that open, he was an advocate of free learning. Okay, ഒന്ന് ഗൂഗിളിൽ നോക്കൂ, you will love him. Okay, yeah, thank you so much. Very good. പ്രവീൺ ജി, ഹലോ. ചോദിക്കൂ ഓസ്റ്റിൻ.
യെസ്, അതല്ല നമുക്ക് പറയാം, ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് പറഞ്ഞപ്പോ ഒരു മെഡിറ്റേഷൻ ഒരു ആണല്ലോ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാൻ വേണ്ടിട്ട് പറഞ്ഞത്. ഇതിനകത്തുള്ള ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ ആളുകളാണെങ്കിലും ഇപ്പൊ ജസ്റ്റ് ചോദിച്ചറിയാൻ പറ്റും എത്ര പേര് മെഡിറ്റേഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു കണക്കനുസരിച്ച് ഒരു 5% പോലും ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു. ആരും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇപ്പം കുറച്ച് മെഡിറ്റേഷന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് പറഞ്ഞു. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് കൊണ്ടുവരാനായിട്ട് ആ മെഡിറ്റേഷൻ കുറച്ചും കൂടി ആസ്വാദികരമാക്കാനും അല്ലെങ്കിൽ അത് ഡെയിലി ചെയ്യണം എന്നുള്ള രീതിയിലാക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ. വെരി ഗുഡ്. ആസ്വാദ്യമാക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ നടക്കുന്നത് പോലും നമുക്ക് മെഡിറ്റേറ്റീവ് ആയിട്ട് നടക്കാൻ പറ്റും. അതായത് ചെയ്യുന്ന കാര്യത്തെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. അത് മെഡിറ്റേഷൻ ആണ്. ഇപ്പൊ യോഗയെ പറ്റി പറയുന്നത് മെഡിറ്റേറ്റീവ് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. യു വിൽ കണക്ട് യുവർ ബ്രീത്ത്, യു വിൽ കണക്ട് എല്ലാ മൂവ്മെന്റും ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു മെഡിറ്റേഷൻ പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ യോഗ മെഡിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നടക്കുമ്പോഴും നിങ്ങൾക്ക് മെഡിറ്റേറ്റീവ് ആയിട്ട് നടക്കാൻ പറ്റും. തുണി അലക്കുമ്പോൾ മെഡിറ്റേറ്റീവ് ആയിട്ട് നടക്കാൻ പറ്റും. തുണി ഫോൾഡ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റും, ഇല്ലേ? മോപ്പ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. യു ക്യാൻ അപ്ലൈ യുവർ മൈൻഡ് ഇൻ വാട്ട് എവർ യു ഡു. യു ക്യാൻ ക്രിയേറ്റ് ദിസ് മൊമെന്റ് ക്യാൻ ബി എ വെരി മെഡിറ്റേറ്റീവ് മൊമെന്റ് ഇഫ് യു ഗീവ് ഓൾ ദ ഫാക്കൽറ്റീസ് ഓഫ് യുവർ ബ്രെയിൻ ആൻഡ് ബോഡി ഹിയർ. അല്ലെ, നിങ്ങൾ എല്ലാം ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ വെരി മെഡിറ്റേറ്റീവ് നൗ. So be meditative all the time. That is the simplest way of become meditative. പക്ഷെ പിന്നെ മനസ്സിനെ കുറച്ച് അധികം പരിശീലിപ്പിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്ന് ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ന് വെറുതെ കണ്ണടച്ചൊന്നിരുന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കൂ. ഒന്ന് കട്ട് ചെയ്യൂ ലോകത്തിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ അരമണിക്കൂർ 40 മിനിറ്റിലൊക്കെ ആയി. കാര്യം എനിക്കിപ്പോ സമയം കൂടുതൽ കിട്ടി അത്രയും സമയം മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളൊരു ലെവലിലോട്ട് ആകുന്നു. ഐ എം എൻജോയിങ് ഇറ്റ് എ ലോട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ ഒരു നമ്മളൊക്കെ എണീക്കുമ്പോൾ നമുക്കൊരു ഹെവിനെസ് തോന്നുമല്ലോ ബോഡിക്കൊക്കെ, അല്ലെ? ഒരു ഇന്നിപ്പോ നടക്കണ്ട, ഇന്നിപ്പോ എക്സസൈസ് ചെയ്യണ്ട, ഇന്നിപ്പോ പുഷപ്പ് ഒന്നും, ഇന്ന് ഞാൻ നടക്കാൻ പോലും ഞാൻ പുഷപ്പ് ചെയ്യത്തില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്ത ആദ്യം വരുന്നത്. ഇപ്പൊ ഞാൻ അതപ്പോണ്ട് രാവിലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അവസാനം ഞാൻ എന്റെ മനസ്സിന് വളരെയധികം പോസിറ്റീവ് സജഷൻസ് കൊടുത്തിട്ടാണ് എനിക്ക് പോകുന്നത്. അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇറ്റ്സ് വർക്കിംഗ്. അതുകൊണ്ടാണ് ഞാൻ എത്രയും റിലീജിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് 100% സയന്റിഫിക്, സൈക്കോളജിക്കൽ. അതിനകത്ത് വേറെ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കോന്തൻ കൊല്ലത്ത് പോകുന്നവണക്കും പോകാം, തീരുമാനിച്ചുറച്ചിട്ടും പോകാം. ഏത് വേണം? നമുക്ക് രാവിലെ എഴുന്നേറ്റു, ഇല്ലേ, ഇന്നത്തെ ദിവസം വിധി പോലെ വരുമെന്ന് പറയും, നമുക്ക് എന്ത് വേണോ ചെയ്യാം. അല്ല, ഇനി മെഡിറ്റേഷൻ ചെയ്യണ്ട, യു ജസ്റ്റ് ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പ്ലാൻ യുവർ ഡേ. ക്യാൻ യു ഡു ദാറ്റ്? അത് എത്ര പേര് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നമുക്കൊരു ടൈം ടേബിൾ പോലെ ഇതൊക്കെ ചെയ്ത് പറയാ ഒരു ചിട്ടയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ അവര് അധികം ഒന്നും ചെയ്യത്തില്ല. വെറുതെ പേപ്പർ എടുത്തതിന് ശേഷം ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ആ 3 കാര്യവും ചെയ്യും. That's it. You are not telling everything. You will simply write 3 very important things I have to do today. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഇന്ന് പ്രധാനപ്പെട്ടതൊന്നും ചെയ്യാനില്ലല്ലോ, അല്ലെ? നമ്മുടെ ഓരോ ദിവസത്തെയും മൊമെന്റിനകത്ത് എത്രമാത്രം ഇമ്പോർട്ടന്റ് മൊമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിന് പ്രാധാന്യം. ഇപ്പൊ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ബിസി ആണെങ്കിൽ അയാളുടെ എല്ലാ മൊമെന്റും ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു IAS ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CEO ആണെങ്കിൽ അയാളുടെ എല്ലാ മൊമെന്റും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 3 ഇമ്പോർട്ടന്റ് മൊമെന്റും കൂടി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം മനുഷ്യ നമ്മൾ ജീവിക്കുന്നത്? That is meditation. That is meditation. You have something is better than nothing. You just start. അപ്പോ എനിക്ക് ഇന്നത് 3 കാര്യം ചെയ്യാനുണ്ട്. ഇതൊന്നും ചെയ്യില്ല 90% എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും CEO ആവാത്തത്, എല്ലാവരും GM ആവാത്തത്, എല്ലാവരും ഒരുപാട് വലിയ വലിയ പൊസിഷൻസിൽ എത്താത്തത്, എല്ലാവരും സുഖകരമായി സാമ്പത്തിക ഫ്രീഡം ഉണ്ടാക്കാത്തത്, നല്ല ആരോഗ്യം ഉണ്ടാക്കാത്തത്, ആശുപത്രികൾ പെരുകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മനുഷ്യൻ അവനെ തന്നെ പഠിപ്പിക്കുന്നു, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറാൻ പറ്റില്ല.
അതോടുകൂടി അവന്റെ തീരുമാനം പോയി, ജീവിതം പോയി. നമുക്ക് മാറാൻ പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? ഈസി ആയിട്ട് പറ്റും. അത് പറ്റും, അത് പറ്റും. അതെന്താ പറ്റാത്തത്? ഒരു ഇന്ന് ചെയ്യേണ്ട 3 കാര്യം എഴുതാൻ പറ്റത്തില്ല. ഓ, അങ്ങേരെ അന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ അന്ന് എഴുതിയായിരുന്നു, പിറ്റേന്ന് എഴുതി, 3ന്റെ അന്ന് ഞാൻ മറന്നുപോയി. സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷൻ ഈസ് ലൈക്ക് എ പ്ലാൻ ദാറ്റ് ഈസ് വെരി റെക്കമെൻഡഡ് ഡെയിലി എന്ന് പറയുന്നത്. നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കുളി പോലെയാണ്. ഇപ്പൊ കുളിച്ചാൽ ഫ്രഷ് ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി കുളിക്കണം, വീണ്ടും ഒന്ന് കുളിക്കണം. അങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ. അപ്പൊ നമുക്ക് കുളിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും റിമൈൻഡേഴ്സ് വേണം. നമ്മളെ തുടക്കത്തിലൊക്കെ ആൾക്കാർ വളരെ എഫക്റ്റീവ് ആയിട്ട് എഴുതി വെക്കാറുണ്ട് മുമ്പിൽ, അല്ലെ? പ്ലാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ ഞാൻ എന്റെ ലാപ്ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ അലേർട്ട്, അവെയർ, ആക്ഷൻ എന്ന് കാണിക്കും എപ്പോഴും. അങ്ങനെയാണ് മൈൻഡ്ഫുൾ ആവുന്നത്. അലേർട്ട്, എന്നിട്ട് അത് വായിച്ചിട്ട് ഞാൻ ഫേസ്ബുക്ക് തുറക്കും. അപ്പോഴും ഞാൻ അലേർട്ടാണ്, ഞാൻ ഇത് തുറന്നല്ലോ ഈ കുന്തം ആവശ്യമില്ലാതെ. മറ്റേ നമ്മൾ എങ്ങനെയാ തുറക്കുന്നത്? ഓ, ഫേസ്ബുക്ക് തുറന്നു, പിന്നെ അതിനകത്തേക്ക് ഇരിക്കും. മറ്റേ അലേർട്ട് ആണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇപ്പൊ തിരിച്ചു വരാൻ നമുക്ക് തോന്നും. അപ്പൊ എന്റെ മൊബൈൽ ഇത് തുറന്നു കഴിഞ്ഞാല്, ലാപ്ടോപ്പ് തുറന്നു കഴിഞ്ഞാല് ധ്യാന ഫൗണ്ടേഷൻ എന്നാ കാണുന്നത്. എന്റെ ഒരു ഡ്രീമാണ് അത്, ധ്യാന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതാ കാണിക്കുന്നത് അതിനകത്ത് അലേർട്ട്, അവെയർ, ആക്ഷൻ എന്ന് കാണിക്കും. അപ്പൊ എപ്പോഴും ഇറ്റ് ഈസ് റിമൈൻഡിങ് മീ. നമുക്ക് എപ്പോഴും നമ്മുടെ ഇതൊന്നും ഓർക്കത്തില്ല, നമുക്ക് എപ്പോഴും ഒരു റിമൈൻഡർ ആവശ്യമായിട്ട് വരും. അപ്പോ എല്ലാവരും നാളെ തന്നെ ഇങ്ങനെ നല്ല ആസനത്തില്, പത്മാസനത്തിൽ ഇരുന്നിട്ട് 1 മണിക്കൂർ ധ്യാനിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എ ജേർണി ഓഫ് 1000 miles begins with the first step. Do something that to prove that you are more alert than today. You are more alert than the previous day. ഇന്നലത്തേക്കാളും ഞാൻ ഇന്ന് കുറച്ചും കൂടി അലേർട്ട് ആണെന്ന് മാത്രം കാണിച്ചത്. അലേർട്ട്, ശ്രദ്ധാലുവാണ്, ഐ എം പേയിങ് അറ്റൻഷൻ എന്ന് മാത്രം കാണിക്കും. അവിടെ നിന്ന് നമുക്ക് അൾട്ടിമേറ്റ് ഗോളായിട്ട് മെഡിറ്റേഷൻ വെച്ചാൽ മതി. മെഡിറ്റേഷനിലോട്ട് മെല്ലെ പോയാൽ മതി. 1 മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്ക്, 2 മിനിറ്റ് അടയ്ക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്. പറ്റും. ഇറ്റ് ഈസ് സോ ഗുഡ്. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഒരു കാര്യം കൂടി, ഇതിന് ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ മെഡിറ്റേഷൻ ഹാർവാർഡ്, സ്റ്റാൻഫോർഡ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അവരൊക്കെ പറയുമ്പോഴെങ്കിലും വിശ്വസിക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ, അവരൊന്നും ഭ്രാന്തന്മാരല്ലല്ലോ. ഓക്കെ. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോ കേട്ട ഒരു ടോക്കിൽ ഒരു ഇതുണ്ടായിരുന്നാണ്. ലൈക്ക് അപ്പൊ അതിനകത്ത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് അയാൾ പറഞ്ഞൊരു കാര്യം വെച്ചാല്, നമ്മുടെ മനസ്സിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരാള് രാവിലെ എഴുന്നേറ്റ് ഒരു തീരുമാനം എടുത്തു, അമേരിക്കയിൽ പോയി നായഗ്ര വെള്ളച്ചാട്ടം കാണും. ദാറ്റ് ഈസ് എ ഡിസിഷൻ, പുള്ളിയുടെ ഒരു ഡ്രീമാണ്. അത് തന്നെ പുള്ളി വേറൊരു ഡിസിഷൻ എടുത്തു, വേറൊരു കാര്യം പുള്ളി ഒരു തീരുമാനം എടുത്തു വെച്ചാൽ, ഞാൻ രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കും, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. അപ്പൊ പുള്ളി പറഞ്ഞ കേസ് വെച്ചാല്, നമ്മള് മുറ്റത്തുള്ള ചെടിക്ക് പോയി നമ്മളൊരു കാര്യം, നേരത്തെ പ്രവീൺജി പറഞ്ഞ പോലെ, നമ്മളൊരു കാര്യം എഴുതി വെച്ച് ആ ടാസ്ക് നമ്മളിപ്പോ പോയി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്സും, മുറ്റത്തുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ഹാപ്പിനെസ്സും, ഇവൻ പുള്ളി ഇവിടുന്ന് ഇത്ര കഷ്ടപ്പെട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടി നായകരയിൽ പോയിട്ട് അത് കാണുന്നതിന്റെ മൈൻഡിന് കിട്ടുന്ന മെസ്സേജ് കറക്റ്റ് ആണ്. സോ നമ്മൾ എത്ര ആക്ഷൻസ് എടുത്താലും അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ മൈൻഡിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ആള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഒറ്റയടിക്ക് ഞാൻ നാളെ മുതൽ 1/2 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കാതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നെക്സ്റ്റ് ഡേ 2 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് നടക്കും, 2 മിനിറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. നമ്മൾ ഇതെല്ലാം ചെറിയ ചെയ്തിട്ട് അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻസ് കൂടുകയും അത് നമ്മുടെ മൈൻഡ്സിന് കുറെ കൂടി പോസിറ്റീവ് തരും. പിന്നീട് അത് കൂട്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ നോർമലി എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കറിയാമോ, ഇന്ന് മുതൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിലും നമ്മളാരും ഒരു 500 ഗ്രാം കുറയ്ക്കണതിനെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ മിനിമം ഒരു 10 കിലോ അല്ലെങ്കിൽ 20 കിലോ ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ പോയി നമ്മൾ വെയിറ്റ് ബാലൻസ് നോക്കുമ്പോൾ ഒരു 100 ഗ്രാം ഒക്കെ കുറഞ്ഞെങ്കിൽ വി ആർ നോട്ട് ഹാപ്പി. സോ ബട്ട് ഇഫ് യു മേക്ക് എ നോട്ട് ദാറ്റ് ഓക്കെ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു 100 ഗ്രാം കുറയ്ക്കും എന്ന് പറഞ്ഞ് നമ്മൾ 200 ഗ്രാം കുറച്ച് വി ആർ ഹാപ്പി. നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ഒരു 200 ഗ്രാമിലേക്ക് വരാന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ ക്ലാസ്സിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തുന്നുള്ളൂ. ഇഫ് യു മേക്ക് എ സ്മോൾ കാര്യങ്ങൾ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ആ ഒരു മെന്റൽ എന്താ പറയുക, ഒരു അഡിക്ഷൻസ് നമുക്ക് കിട്ടുകയും ഒരു ഡ്രഗ് പോലെ കിട്ടുകയും പിന്നീട് വലിയ കാര്യങ്ങൾ എത്തിപ്പെടാൻ ചെയ്യുന്നത്.
ഞാൻ ഒരു നിമിഷം കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ ഓസ്റ്റിൻ പറഞ്ഞതിനകത്ത് നിങ്ങളിപ്പോ വലുതായിട്ടൊന്നും ചെയ്യണ്ട. ഈ സെഷൻ കഴിഞ്ഞ് ഇവിടെ ഈ ടേബിളിൽ നേടിയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു റിമൈൻഡർ എഴുതി വെച്ചിട്ട് പോവാമെങ്കിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഐ വിൽ വാക്ക്, ഐ വിൽ മെഡിറ്റേറ്റ് എന്നൊരു സാധനം എഴുതി വെച്ചിട്ട് അതെന്നും കാണുന്ന രീതിയിൽ ഒന്ന് എഴുതി ഒട്ടിച്ചിട്ട് പോയാൽ തന്നെ ദാറ്റ് മേ ഹെൽപ്പ് യു എ ലോട്ട്. കാര്യം ഒരു ചെറിയൊരു കാര്യം നമ്മളൊന്ന് എഴുതി വെച്ചു, നമുക്കത് ചെയ്യണം. അത് മെഡിറ്റേഷൻ ചെയ്യണ്ട, നടന്നാൽ മതി. നടക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ലൈഫിനകത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമുക്ക് ആൾക്കാരുടെ അടുത്ത് സ്നേഹം കൂടും, ആത്മാർത്ഥത കൂടും. യു സ്റ്റാർട്ട് എൻജോയ് ലൈഫ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. യുവത്വം കൂടും അല്ലെ? എല്ലാം നല്ലതാ അല്ലെ? യുവത്വം എന്ന് പറയുന്നത് മനസ്സിന് ഒരു നമുക്ക് വളരെയധികം എനർജറ്റിക് ആവും നമ്മള്. അതാണ് മെഡിറ്റേഷന്റെ ശരിക്കുള്ള ഡീപ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് കാര്യം നമ്മള് ശരിക്കും നമ്മളൊരു ചിന്ത ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും അധികം നന്നായിട്ട് വിശ്രമിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വളരെയധികം എനർജറ്റിക് ആവും. കുറച്ചു നേരം ഉറങ്ങിയാൽ മതി നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇപ്പൊ ഞാൻ അനുഭവജ്ഞനാണ്. കാര്യം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കോവിഡ് കൊണ്ട് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം സ്റ്റാർട്ടഡ് മെഡിറ്റേറ്റിംഗ് എന്നുള്ളതാണ്. റെഗുലർ ആയിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ ദിവസവും ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ന് വെച്ചിട്ട് സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല. അവസ്ഥ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, പക്ഷേ പ്രൊഡക്റ്റീവ് ആയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറെ പേരുണ്ടല്ലോ. ഹാപ്പി ടു സീ യു. എന്റെ പൊന്നു സാർ, എപ്പോ തീരുമെന്ന് മാത്രമേ. ക്ലാസ് തുടങ്ങും സാറേ. എന്താണ്? എന്ന് മുതൽ ക്ലാസ് തുടങ്ങും? നമ്മുടെ മുഖ്യമന്ത്രി പറയണം, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി എന്ന് തുടങ്ങാൻ പറഞ്ഞ നമ്മൾ അന്ന് റെഡിയാണ്. ഞാനിപ്പോ ഓഫീസിൽ തന്നെ ഇരിക്കും. നമ്മള് അലുമിനിയം ഫേവ് ആയിരുന്നു രണ്ടാമത് ഞങ്ങൾ മാറിയത്. അതിനുശേഷം ഇന്റർവ്യൂവിന് 20-ാം തീയതി ഇന്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ലോക്ക്ഡൌൺ ആയത്. അപ്പൊ ഇനി ഇന്റർവ്യൂ ഈ ഇടയ്ക്ക് കാണുമോ അതോ കുറെ നാൾ കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ? നമുക്ക് പേഴ്സണലി സംസാരിക്കാം. എന്തായാലും ഈ സിറ്റുവേഷൻസ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോ നമുക്ക് ഇതുവരെ ഇൻഫർമേഷൻസ് ഇല്ല. അപ്പൊ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവീൺ സാറിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്കത് നമുക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. ഹലോ സാർ. പറയൂ പ്രവീൺ സാർ. ഹലോ, ഞാൻ മെഡിറ്റേഷൻ രാവിലെ എഴുന്നേറ്റിട്ടൊരു 3 ദിവസം ചെയ്തു നോക്കി. കണ്ടിന്യൂസ് ആക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? 3 ദിവസം ചെയ്തു നോക്കി, പക്ഷെ പിന്നെ അങ്ങോട്ട് അത് വലിയൊരു ഉള്ളിന്റെ അകത്ത് ഏതോ ഒരു യോഗി കിടപ്പുണ്ട്. അത് തുറന്നു വന്നതാണ്. അതിനെ കൊല്ലാൻ അത് 3 ദിവസം ചെയ്തില്ല. ഇനി നാളെ മുതൽ അടുത്തൊരു 6 ദിവസം കൂടി ചെയ്തിട്ട് എന്നെ വിളിച്ച് ചെയ്തു. പക്ഷെ അത് ചെയ്യാൻ പറ്റണില്ല. ചെയ്യാൻ പറ്റാത്ത നമ്മളെ വലിയ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. വെറുതെ ഒന്നിരുന്നാ പോലെ. അത് പറ്റണില്ല. ആദ്യത്തെ ഓക്കെ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മടിയായി പോണു. പിന്നെ ഇല്ല, മടി കൊണ്ട് കാര്യമില്ലല്ലോ. മടി മാറ്റൂ. മെഡിറ്റേഷൻ ചെയ്യേണ്ട സിമ്പിൾ മെഡിറ്റേഷൻ എന്ന് നോക്കിയാൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ചെയ്യാൻ. ശ്രദ്ധയോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മെഡിറ്റേഷനാണ്. വെറുതെ ഒന്ന് കണ്ണടച്ചിരിക്കൂ. ഈ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളെ ശ്രദ്ധിക്കൂ. ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കൂ. ചുറ്റും അതിനെ വെറുതെ ശ്രദ്ധിച്ചിരിക്കൂ. അപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ പട്ടി കുറയ്ക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ലേ? നമ്മളെ ശ്രദ്ധിക്കൂ ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങൾ. അപ്പൊ അങ്ങനെ there are many methods to do it. അപ്പൊ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, ചെയ്യാൻ പറ്റും പോലെ. നീ 3 ദിവസം ചെയ്തതാണ്. ഇനി ഒരു 3 ദിവസം കൂടി ചെയ്തു. ഒരു 3 ദിവസം 10 മിനിറ്റ് നിന്റെ കണ്ണങ്ങനെ കടയ്ക്കാൻ പറ്റില്ല. ഇവന് എന്ത് ചെയ്യാൻ പോകുന്നു ലൈഫില്? ആൾക്കാർ ഇതിനകത്ത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-150 കിലോ ഭാരം എടുത്ത് ചുമക്ക് നടക്കാമോ അല്ലെ? ഒരു നിന്റെ കണ്ണൊരു 10 മിനിറ്റ് നിനക്ക് അടയ്ക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു ലൈഫില്? ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. ഇത് ചെയ്തതുകൊണ്ട് കാര്യമൊന്നും ഇല്ലെന്ന് ഇവിടെ നിന്ന് ഒരു സാധനം കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ
you please do it, okay? Nothing to have. Definitely it will work out. അടുത്ത ആർക്കെന്ത് ചോദിക്കണം? വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സ്റ്റാഫിനോ, നമ്മുടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിനെ പറ്റിയൊരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്കോ? അതായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. 4 ഫീഡ്ബാക്ക് കേട്ടെങ്കിൽ ഞാൻ പണി മതിയാക്കുമായിരുന്നു. ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? Okay, then I'll request Reshmi just give a feedback on the session because you will be the right person to give the feedback. ഇവിടെ റൈറ്റ് പേഴ്സൺ ഉണ്ടായിരുന്നു, ഒരാളേ ഉള്ളൂ. അപ്പോ സർ കേൾക്കാവോ? യാ രശ്മി, കേൾക്കാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ ശരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. നടക്കുമ്പോഴായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ഒരു സൗണ്ട് ലിസൺ ചെയ്യുമ്പോഴായാലും, എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇത് സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ നമ്മുടെ ടീമിനായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഡെയിലി ക്ലാസ്സിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. അത് ഹാപ്പി ആയി. കാര്യം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ ഓർഗനൈസേഷൻസും നിർബന്ധമായും ചെയ്യേണ്ട ഒരു ട്രെയിനിങ് ആണ് ഇത്, മൈൻഡ്ഫുൾനെസ്. ഇതിനകത്ത് ഒരുപാട് ആക്ഷൻസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരിക്കലും കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് അങ്ങനെ നമുക്കിത് ചെയ്യാം. ഇത് പ്രായോഗികമായിട്ട് കുറെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാൻ പറ്റും. വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് രശ്മി. എനിവൺ എൽസ് വാണ്ട് ടു ആഡ് എനി ഫീഡ്ബാക്ക്? രശ്മി എന്താ HR മാനേജർ ആണോ? അല്ല, ഞാൻ ലെക്ചറാണ്. അതേപോലെ ഞാനൊരു കൗൺസിലറും കൂടെയാണ്. Actually, she joined as a counselor and she is now doing taking the class. മനസ്സിലായില്ലേ? അത് ശരി. ഇപ്പൊ എന്താ പഠിപ്പിക്കുന്നത്? ഞാന് താങ്ക് യു സാലു ശശി. ഓക്കെ, മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ പറയൂ രശ്മി, പറയൂ. സർ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് ഉള്ളത്. സോ പേഷ്യന്റ് കെയർ മാനേജ്മെന്റിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, പേഷ്യന്റ് കെയർ മറ്റേ നിങ്ങളുടെ ടിസിന്റെ ആണോ? ടിസിന്റെ. ശരി. ഓക്കെ, ടിസ് വളരെ ഗംഭീരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വളരെയധികം ബഹുമാനം അർഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടിസ്. ഓക്കെ, ഗുഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് കേൾക്കുന്ന ഒരു സന്തോഷമാണ്. പ്രോഗ്രാം നന്നായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കേൾക്കുന്നുണ്ടോ? സലീം സാറാണ് പ്രവീൺ. സലീം സാർ, താങ്ക് യു സാർ. താങ്ക് യു. എനിക്ക് വേറെ പ്രത്യേക കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പൊ ചെയ്യാം, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. വെരി ഗുഡ്. അത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ മാത്രമേ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിലും ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ചെയ്യണം. അത് ഒരു കാരണവശാലും നാളെ ആവട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിച്ചാൽ നാളെ എന്ന് പറഞ്ഞാൽ നീണ്ടു പോകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് ഒരുപാടുള്ള ആളാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കും. സാറിന്റെ പ്രോഗ്രാം നന്നായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. താങ്ക് യു. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ എവരിവൺ ഹു ഈസ് സെൻഡിങ് ദ ഫീഡ്ബാക്സ്. ആൻഡ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ അല്ലെ, അങ്ങനെ പഠിപ്പിക്കാനൊക്കെ തോന്നുന്നു. അപ്പൊ ഇനി ആരും ഇനി അധികം ഫീഡ്ബാക്സ് ഇല്ല. എല്ലാരും മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രവീൺ സർ ഈസ് വെരി ഹാപ്പി അത് കണ്ടിട്ട്. എന്തായാലും സർ എനിക്ക് പറയാനുള്ളത്, അതൊരു നെഗറ്റീവ് നോട്ടിലല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഇപ്പൊ ഞാൻ റൈറ്റ് പേഴ്സൺ ആണ് സംസാരിക്കാൻ രശ്മിനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഒരു 92-93 പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. And it's not a negative thing what I am sharing. Now it is only 54. Yeah. So
എന്റെ ഒരു അഭിപ്രായത്തില് 54 പേര് ആയിരുന്നു ആ 93 പേരില് ഉണ്ടായിരുന്ന റൈറ്റ് പേഴ്സൺസ് ടു വാച്ച് ദിസ് ക്ലാസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതില് കുറച്ച് അതായിരിക്കാം 54 പേരായിട്ട് ചുരുങ്ങിയത്. അപ്പൊ ഈ 54 പേരും നമ്മളെല്ലാവരും ഓരോരുത്തരും ഞാനടക്കം ഈ ഒരു സെഷൻ കേൾക്കാനായിട്ട് റൈറ്റ് ആയിരുന്നു. ആൻഡ് വി ഓൾ ടുക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സെൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി ഐ ടുക്ക്. അപ്പൊ എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോ നേരത്തെ ഓസ്റ്റിൻ പറഞ്ഞതും അഭിനന്ദ് പറഞ്ഞതിനും കൂടെ എനിക്ക് നിങ്ങളുടെ ഓസ്റ്റിനെയും പ്രവീൺ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരും ഈ പറഞ്ഞ നിലകളിലോട്ട് പല പല ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് ഇമ്മീഡിയറ്റ്ലി സ്പോണ്ടേനിയസ് ആയിട്ട് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണ്. പക്ഷെ അഭിനന്ദ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അതായത് ഞാൻ 3 ദിവസം ചെയ്തു, എനിക്ക് 4ാമത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്. കാരണം എനിക്ക് ചെയ്യുന്ന കാര്യമാണ്. കോച്ച് നേരത്തെ പറഞ്ഞു വെയിറ്റ് ലോസിന്റെ കേസ്, എല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ പറയാണ്. അതായത് അഭിനന്ദിനോട് പറയാനുള്ളത്, എപ്പോഴും എനിക്ക് മനസ്സിലായത് ഒരു പോസിറ്റീവ് സ്റ്റോക്ക്, നമുക്ക് മനുഷ്യന് എപ്പോഴും ഒരു പോസിറ്റീവ് ഒരു അപ്രീഷിയേഷൻ ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് അത് ചെയ്തിരിക്കും. നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോ ഈ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് അഭിനന്ദിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സ്വന്തമായിട്ട് പറ്റിയാൽ മതി. കാരണം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിക്കൊള്ളും നിർബന്ധമില്ല. പക്ഷെ അതിനൊരു അപ്രീഷിയേഷൻ ആയിട്ട് സ്വന്തമായിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് എന്ന വണ്ണം വെക്കുമായിരിക്കും, എന്നാലും എന്തെങ്കിലും ഒരു സംഭവം നമ്മൾക്ക് വേണ്ടി നമ്മളൊരു അപ്രീഷിയേഷന് വേണ്ടി മാറ്റി വെച്ചാൽ ഐ തിങ്ക് വി ക്യാൻ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം ഓൾസോ. ഏതൊരു കാര്യമാണെങ്കിലും ദാറ്റ് വിൽ ഗിവ് യു എ ട്രസ്റ്റ് ടു ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവീൺ സാർ നിങ്ങളെ കാച്ചു വെച്ച് സംസാരിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് നമ്മളെക്കാളും ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും പറയുന്നതും ശരി തന്നെയാണ്, തെറ്റാരും പറയണില്ല. ഇതിനകത്ത് വളരെ നല്ല പോയിന്റാ പറഞ്ഞത്. കാര്യം ഒന്ന്, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ, അല്ലേ? നമ്മള് സ്വയം ഇപ്പൊ എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വരുമോ? എന്നെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ഞാൻ ആദ്യത്തെ ക്ലാസ് എടുത്തപ്പോ എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കിത് എടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പോയത്. എനിക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ബിക്കോസ് ഐ നോ ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യാൻ പോകൂ. അങ്ങനെ മാത്രമേ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളൂ. അപ്പോ ആദ്യമായി ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോഴും ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത്, പ്രവീൺ യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആൾക്കാരും പറഞ്ഞു പ്രവീൺ ഇറ്റ് വാസ് ഗുഡ്, ഇല്ലേ? പിന്നെ എന്റെ അപ്രീസിയേഷനും മറ്റുള്ള അപ്രീഷിയേഷനും അപ്പൊ ഒരു വലിയ അപ്രീഷിയേഷൻ ആയി. അപ്രീഷിയേഷൻ ഈസ് എവരിതിങ് ഇൻ ലൈഫ്. അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്, വിത്തൗട്ട് 3 things we cannot live. That is nothing but love, appreciation and hope. നമുക്ക് സ്നേഹം വേണം, ആരെങ്കിലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, നമുക്കൊരു പ്രതീക്ഷ വേണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് യു ലവ് യുവർ സെൽഫ്, യു അപ്രീഷിയേറ്റ് യുവർ സെൽഫ്, സോ ദാറ്റ് യു വിൽ ഹാവ് ഹോപ്പ്. അത് എപ്പോഴും സൈക്കോളജിക്കലി നമ്മളെ സ്നേഹിക്കാത്തപ്പോഴാണ്, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള പ്രവണതകൾ വളർത്തുന്നത്. സോ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ഇവിടെ നല്ല മഴ പെയ്യുന്നു, ഞാനിപ്പോ ഇരുട്ടിലായി, ഞാൻ ലൈറ്റ് ഇട്ടോട്ടെ. ഓക്കെ, സോ ഇനിയിപ്പോ അധികം ഡിസ്കഷൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us കൺക്ലൂഡ് സർ. എല്ലാവരുടെയും പെർമിഷനോട് കൂടെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. എന്തായാലും ഞങ്ങളെല്ലാവരും മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു ഇതിൽ കൂടെ ഞങ്ങളെ തിങ്ക് ചെയ്യാൻ പഠിപ്പിച്ചു. ഞങ്ങൾ കുറെ തിങ്ക് ചെയ്തു എല്ലാവരും കൂടെ. അങ്ങനെ ഇങ്ങനത്തെ ഒരു വാക്കിനെ ആർക്കും ഏലിയനായിട്ട് തോന്നരുത്. കേട്ടിട്ടുണ്ടെന്നെങ്കിലും തോന്നണം. അതെ, പുതിയ വാക്കുകൾ കുറിച്ചു. ഓക്കെ, അപ്പം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ നോട്ടും അത് വളരെ ഇതായിട്ടിരിക്കുന്നു. കാരണം എന്താണ്, ലവ്, അപ്രീഷിയേറ്റ് ആൻഡ് ഹോപ്പ്. ലവ്, അപ്രീഷിയേറ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഹോപ്പ് ഉള്ളൂ, അല്ലെ? നമുക്ക് നമ്മളോട് സ്നേഹമില്ല, നമുക്ക് നമ്മളോട് ഒരു അപ്രീസിയേഷൻ ഇല്ല, നമുക്കൊരു പ്രതീക്ഷയും ഇല്ലല്ലോ ലൈഫിൽ, അല്ലെ? എനിക്ക് മെഡിറ്റേഷൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ പിന്നെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ടോൾസ്റ്റോയ് പറഞ്ഞതാ, വിശ്വസിക്കും. അതെ, അപ്പൊ ഇന്ന് പറഞ്ഞു തന്ന കാര്യം, മെഡിറ്റേഷൻ ചെയ്യാനാണെങ്കിലും നമുക്ക് നമ്മളോട് ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദിവസത്തെ മെഡിറ്റേഷൻ ചെയ്യുക, എന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, ഹോപ്പിംഗ് ദാറ്റ് യുവർ ബോഡി ഈസ് ഗോയിങ് ടു ഗെറ്റ് എ ബെറ്റർ തിങ് വിത്ത് ദാറ്റ്. ലവ്, അപ്രീഷിയേഷൻ ആൻഡ് ഹോപ്പ്. ഞാനും ആ 3 കാര്യം ഈ മെഡിറ്റേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. സോ ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ്.
And thank you so much, Praveen sir. We'll meet in the next time. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേറെ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് ഹോപ്പ്ഫുള്ളി നമ്മുടെ കോൺഫറൻസ് നമ്മുടെ തിയേറ്ററിൽ നമുക്ക് എല്ലാവരും ഗ്യാദർ ചെയ്യിക്കാം. എന്നാലേ പ്രവീൺ സാറിന്റെ ആ ഒരു ഫുൾ വൈബ്രന്റ് ആ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇരുന്നിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അതുകൊണ്ട് ആ ഒരു കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലോട്ടാണ് നമുക്കിനി വേണ്ടത് സാറിനെ. So let us hope that we can make that session happen very soon. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇപ്പൊ കുറച്ച് ഡൗട്ട്സ് ഇതിനോട് റെലവെന്റ് അല്ലാത്തത് വന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ലോകം തന്നെയാണ് എസ്ക്വയർ അക്കാഡമിയിലെ മാനേജ്മെന്റും സ്റ്റാഫും എല്ലാവരും കേൾക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ച അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ആളുകളോടും കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമാണ്, നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അവസ്ഥയും തൊഴിലവസരങ്ങളുടെ അവസ്ഥയും എല്ലാം നമ്മളെല്ലാവരും കാണുന്നത് എല്ലാം ഒന്നാണ്. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കാം. നാളെ എല്ലാം ബെസ്റ്റ് ആയിരിക്കട്ടെ. Stay safe, stay happy. Thank you so much. Thank you so much, all of you. All the best. Appo meditate, enjoy your life more. Thank you, Praveen ji. Bye. Thanks a lot. Okay, thank you, sir. Thank you, sir. Thank you. Thank you, sir. Thanks so much. You can all leave now. Yeah. ഞാനിതൊന്ന്